പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. രണ്ടാമത്തെ സെഷനും നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന് പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനുമാണല്ലോ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പാൽക്കാലം കൂടി വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായ തീരുന്നതൊക്കെ ഇടയാക്കാൻ ശക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ തക്കണം ഇടയാക്കണം. നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. അല്ലെങ്കിൽ വീണ്ടും നാം ദൈവത്തിന്റെ സന്നിധിയില് അല്ലെങ്കിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടുന്ന് പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും കർത്താവ് നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സെഷനിൽ നമ്മൾ അനേക സെഷൻ ബൈ സെഷനായിട്ട് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. വീണ്ടും നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പാട്ടുകളൊക്കെ പാടുമ്പോഴൊക്കെയും ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വെറുതെ ഒരു ഡിവൈസിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നുള്ള ബോധ്യത്തോടു കൂടി ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഇടിയുന്ന പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീയ ഉത്തേജനത്തിനായി നമുക്ക് ഹല്ലേലൂയ ആത്മീയ ഉന്നമനത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനുമായി ഞങ്ങളുടെ സ്നേഹമുള്ള അപ്പച്ച, ഞങ്ങളുടെ സനിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ ഞങ്ങൾ എല്ലാവരും എൻ്റെ സഹായിക്കുകയും ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാവിലത്തെ സെഷനിലും കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചിരാൻ ഇടയാക്കില്ല കർത്താവെ. ഇന്ന് വാൽക്കാലം കർത്താവിന്റെ വൈകുന്നേര സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സനിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ്, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും എല്ലാ സഹോദരിമാരെയും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെയും അങ്ങനെ തലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന തിരുവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ ഇടുന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുമേലും ദൈവത്തിന്റെ കരം കണ്ട് സന്തോഷിപ്പാൻ അപ്പച്ച ഞങ്ങളുടെ ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി വലിയ ചെയ്തെടുക്കുന്ന രാത്രി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണ പ്രസാദമുള്ള യാഗമായി അങ്ങേക്ക് വേണ്ടി വലിയ വെച്ചെടുക്കുന്ന രാത്രിവാൻ അല്ലെങ്കിൽ ഞങ്ങൾ അതാത് ദേശങ്ങൾ കർത്താവെ ആയിരിക്കുമ്പോൾ കർത്താവ് ദേശത്തിന് വേണ്ടി കർത്താവ് ഇടുന്ന് പ്രാർത്ഥിക്കുന്നവരാതീരുവാൻ, നല്ല ഫലം കായ്ക്കുന്നവരാതീരുവാൻ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാതീരുവാൻ അപ്പച്ച ഞങ്ങളെ കർത്താവെ അങ്ങ് കൃപ ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തിരുസാന്തനം മറവ് ഞങ്ങൾ താണിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെ എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് കൂട്ടിയിരുത്തുമാറാൻ ഞങ്ങൾ ഒരുമനപ്പെട്ട ഞങ്ങളുടെ സ്ഥലം കടന്നു വരുവാനും അനേക വിഷയങ്ങൾക്ക് ഇടുന്ന് ജാഗരിപ്പാനും കർത്താവെ പ്രാർത്ഥിപ്പാനും ഒക്കെയും ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ വരവേറ്റം കർത്താവെ അനർത്ഥ സംഭവങ്ങളൊക്കെ വിളിച്ചറിയിപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ സനിൽ ഒരുങ്ങിയിരിക്കണ്ടല്ലോ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്തനം മറവ് ഞങ്ങൾ താണിരിക്കുന്ന ബലമുള്ള കൈക്കീഴ് ഞങ്ങൾ താണിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാണമേ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. എല്ലാ അപ്പച്ചന്റെ പൊന്നേശുലേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷാൽ കുവൈറ്റിന്റെ പ്രദേശത്ത് നിന്നും നമ്മുടെ ഓടൊപ്പം പാസ്റ്റർ പാസ്റ്ററിനെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് വചനമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരാൻ തോക്കണം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിന്ന് രാവിലത്തെ സെഷനിലും നമ്മൾ ഇവിടെ ഇന്ന് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് ഇടയാക്കി. ശേഷം നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ശക്തമായി പ്രാർത്ഥിക്കണമേ. പ്രതികൂലങ്ങളൊക്കെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അനേകം മെസ്സേജുകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുടങ്ങാതെ മടുപ്പില്ലാതെ തുടർന്നുമാനമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം പ്രതികൂലങ്ങൾ ഏറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഹല്ലേലൂയ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവും നമുക്ക് ഓരോ നിമിഷം അനുഭവിച്ചവരും കർത്താവ് നമ്മൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ ജയിലിലായിരിക്കുന്നുണ്ട്, കാടുകളിലായിരിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിലൊക്കെ നമ്മൾ ക്ഷേമത്തോടെ ആയിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഇടയുന്ന പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവർ തന്നെയാണ്. അല്ലെങ്കിൽ മർദ്ദനങ്ങൾ ഏറ്റു, വീടുകളിലൊക്കെ നശിക്കപ്പെട്ടവരായി, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വരെ മാറി പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥകളൊക്കെ ആയിരിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും രാവിലത്തെ സെഷൻ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. തുടർന്നും ദൈവനാമം മഹത്വപ്പെടുവാൻ അവർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണമേ. നിയമങ്ങളൊക്കെ എത്ര എഴുതി തന്നാലും ഹല്ലേലൂയ സഹോദരം അതിനെ മാറ്റി എഴുതാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതിന്റെ വിശ്വാസം നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലോക ഇമ്പങ്ങളിലേക്കൊന്നും വഴുതി പോകാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങൾ തന്നെ ദൈവിക സംരക്ഷണത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏവരും ആയിരിക്കേണ്ടതിനാൽ നമ്മുടെ
പ്രത്യേക പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. കൂട്ടുകെട്ടുകളിലെ പ്രലോഭിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രത്തോളം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കും തന്നെ ചെയ്യണം. അതുകൊണ്ട് നന്ദിയുള്ളവരായി തീർന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ദേശത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സഭയിലെ, നമ്മുടെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞോ അറിയാതെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, വിശേഷം നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കണമേ. കാരണം നമ്മൾ വിലയേറിയ പ്രാർത്ഥന കർത്താവിന് അവസാന സമയങ്ങളിൽ ക്രൂശീകരണ സമയത്ത് പോലും കർത്താവ് പറഞ്ഞു, നിങ്ങൾ അല്ലല്ലേ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുന്നാണ്. ഹല്ലേലൂയ. ഓലോല കണ്ണീരൊഴുക്കി നമുക്ക് വിശേഷാൽ മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയ കാലഘട്ടങ്ങളാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയോടെ വേറിട്ടിരുന്ന ഉപാസനം പ്രാർത്ഥന നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യുന്നു പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ സന്നാമോടെ ആയിരിക്കാം. അതുകൊണ്ട് അതിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന കർത്തദാസനും കൂടി നമ്മോടൊപ്പം ആയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആ വചനം കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കണമേ. ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻസി വർഗീസ് അമ്മയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ കഴിവതും എല്ലാവരും വീഡിയോ ഓണാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം വചനം കേൾക്കുവാനും ഒക്കെ നമ്മളെ പ്രാപ്തിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കുന്നു. നമ്മുടെ ഡിവൈസിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ചിന്തയിലല്ല, നാം ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ദൈവത്തോടു കൂടി നമുക്കായിരിക്കണമേ. വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻസി വർഗീസ് അമ്മയെ ദൈവനാഥത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. അൻസിമമ്മ മോട്ടോ ഓഫാണ്. നാം ഈ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ കർത്താവിനെ സ്തുതിപ്പാനും മുഖത്തെടുത്തുവാൻ ദൈവം നമുക്ക് ഇങ്ങനെ ഒരുക്കി തന്ന വലിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം നമ്മുടെ ബൈബിളിൽ കാണുവാനായിട്ടിടയായി തീർന്നുണ്ട്. ബൈബിളിലെ 5 പുസ്തകങ്ങൾ തന്നെ കാവ്യ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. യോബ് മുതൽ ഉത്തമഗീതം വരെ കാവ്യ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ പാടിയതായ അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കൂടെ അവർ കടന്നുപോയപ്പോൾ അവർ പാടിയതായ പുസ്തകങ്ങളാണ് 5 പുസ്തകങ്ങൾ കാണുവാനായിട്ടിടയാത്തുന്നത്. അതുപോലെ സങ്കീർത്തന പുസ്തകങ്ങൾ വിവിധ സാഹചര്യങ്ങൾ വിവിധ കാലഘട്ടത്തിൽ കൂടെ തന്റെ ഭക്തന്മാർ കടന്നുപോയപ്പോൾ പലരാൽ എഴുതപ്പെട്ടതായ പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. മോശ, ദാവീദ്, കോരഹപുത്രന്മാർ, ശലോമോൻ എന്നവരൊക്കെ എഴുതിയതായ ഒരു പുസ്തകം അടങ്ങിയ ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അവരൊക്കെ ദൈവത്തെ വർണ്ണിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും അവരുടെ കഷ്ടതയുടെ വേളകളിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ എഴുതിയതായ അവരുടെ ജീവിത അനുഭവങ്ങളാണ്. വിവിധ ജീവിത അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ എഴുതിയതായ പുസ്തകങ്ങളാണ് സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന പകൽ നമ്മൾ അല്പസമയം ദൈവത്തിന്റെ പാതയോടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു അപ്പിടുമ്പോ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ, വന്മതിൽ
ദൈവത്തിൽ കാണുന്നു ഞാൻ വിശ്വാസത്തിൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട് കൂടെ വരുവാൻ കർത്തനുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താന്റെ ശക്തികൾ ഒഴിഞ്ഞുപോ സാത്താന്റെ ശക്തികൾ ഒഴിഞ്ഞുപോ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിതന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട് കൂടെ വരുവാൻ കർത്തനുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിലൻ കർത്തൻ വരും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താന്റെ ശക്തികൾ ഒഴിഞ്ഞുപോ സാത്താന്റെ ശക്തികൾ ഒഴിഞ്ഞുപോ
കാണുന്നു എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ആമേൻ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ കാണാത്ത കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു കർത്താവേ ആമേൻ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ 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 നന്ദിയുള്ളവരായി നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുന്ന തോന്നുന്ന കാര്യങ്ങളെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകലിറങ്ങി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ ഞങ്ങളുടെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ വലിയ സാന്നിധ്യം എന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ നന്ദിയുള്ളവരായി നന്ദിയുള്ളവരായി കർത്താവ് നിങ്ങളെ നടത്തിയ നിങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങളത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തുവാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ മഹത്വം 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 ഹല്ലേലൂയ 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 കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ ആവശ്യോടെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ഈ പുതിയ വർഷത്തില് ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തേണ്ടതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി ഹല്ലേലൂയ അനേക പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നുവെങ്കിലും കർത്താവ് നമ്മളെ എത്രയോ അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മളെ വഴി നടത്തിയല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് നമുക്ക് പകരം കൊടുക്കുവാൻ മറ്റൊന്നുമില്ല ദൈവത്തിന് ആരാധന കൊടുക്കുക ദൈവത്തിന് നന്ദി കരയേറ്റുന്നല്ലാതെ നമുക്കൊന്നിനും കഴിയുകയില്ല ദൈവത്തെ അവോളം സ്തുതിപ്പാൻ നമ്മൾ അവോളം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ നമുക്ക് കർത്താവിന് ഹല്ലേലൂയ ധ്യാനത്തോടെ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഹല്ലേലൂയ അല്പസമയം നമുക്ക് ദൈവത്തിലായിരിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം കർത്താവേ അങ്ങേക്ക് ഹിതമുള്ളതുപോലെ ഇതിനങ്ങൾ ഞങ്ങളെ നയിക്കണമേ ഹല്ലേലൂയ പ്രതികൂലങ്ങള് ദൈവജനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമല്ല നമ്മുടെ മുമ്പിൽ കാണുന്നതെന്നാൽ ഹല്ലേലൂയയുടെ മുന്നിലും പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തരുവാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി നമ്മുടെ ദൈവജനത്തിന് വേണ്ടി ദൈവദാസന്മാരുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ 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 സമർപ്പണത്തോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ മറം നീരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നിനച്ചിടുമ്പോ മറം നീരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നിനച്ചിടുമ്പോ
കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും എനിക്കായി കൽപ്പിച്ചതും എൻ ഭാവിക്കായി ഒരുക്കിയതും എനിക്കായി കൽപ്പിച്ചതും എൻ ഭാവിക്കായി ഒരുക്കിയതും എൻ കരത്തിൽ നൽകിയതും അതിശയമേ എൻ കരത്തിൽ നൽകിയതും അതിശയമേ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോൾ ആമേൻ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോൾ നമ്മെ ഒരുമിച്ച് നമുക്ക് അലയിലൊന്നുകൂടെ പാടാം. ഹല്ലേലൂയ. വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോൾ ആമേൻ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോൾ ആമേൻ നമുക്ക് വേണ്ടി കരുതിയത് ഹല്ലേലൂയ ആമേൻ അത് നനച്ചിടുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ഹല്ലേലൂയ നമ്മളെ ആമേൻ നമ്മുടെ ആയുസ്സിൽ ഹല്ലേലൂയ നമ്മളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന് നന്ദിയുള്ളവരായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തിനായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ നൽകപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയത് ഞങ്ങളുടെ ഭാവിക്കായി കരുതിയത് ഞങ്ങളെ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് കർത്താവെ നന്ദിയുള്ളവരായി കർത്താവേ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആസ്വദിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്ന ഹല്ലേലൂയ സമയങ്ങളിൽ കർത്താവിന്റെ സന്ദേഹാഗ്രബോധത്തോടെ ഭയഭക്തിയോടെ എന്റെ കർത്താവിന്റെ പാതയുടെ ആയിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഇന്നത്തെ സകല ശുശ്രൂഷകൾ മേലും കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുവാൻ സഹായിക്കണമേ കർത്താവേ. വചനം ഘോഷിപ്പാൻ കർത്താവിന്റെ ഭക്തനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏറിയ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ കർത്താവെ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ബലപ്പെടുത്തുമാറാകണമേ. ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസ്യെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്ന എല്ലാ സഹോദരിമാരെ ഹല്ലേലൂയ ദൈവമേ ഇന്ന് പകൽ കർത്താവിന്റെ കൃപ കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ വിടുതലാക്കി ഇന്നത്തെ ഹല്ലേലൂയ മീറ്റിങ്ങിനെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനോ മഹത്വം എല്ലാം കർത്താവിന്റെ യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
പ്രൈസ് ലോർഡ്. താങ്ക് യു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാനൊക്കെ കർത്താവ് നമ്മളെ ഭാഗ്യം തന്നല്ലോ. വീണ്ടും നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി അനേക പാട്ടുകളൊക്കെ പാടുവാൻ ദൈവം താലന്തകൾ തന്ന ദൈവം വീണ്ടും മാനിക്കുമാറാട്ടെന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒപ്പം ഇന്നത്തെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന വർഗീസ് പാസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒപ്പം വചനം ഷെയർ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ പുനർനാമത്വപ്പെടുവാൻ ഇടയാക്കാനായി നമ്മൾ ശ്രദ്ധയോടെ എപ്പോഴും ആയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അസംബ്ലി ഓഫ് ഗോഡ് മംഗം കുവൈറ്റ് ചർച്ചിലെ സഭാ ശുശ്രൂഷൻ കൂടിയാണ് കർത്തദാസൻ. അതുപോലെ പ്രാർത്ഥന ധ്വനി കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രെയർ കോർഡിനേറ്റർ കൂടിയാണ് നമ്മളോടൊപ്പം ചോദിച്ചിരിക്കുന്ന പാസ്റ്റർ കെ വർഗീസ്. ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മൾ ഇടയാക്കേണ്ട. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. കഴിവതും വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ കഴിവതും എല്ലാവരും വീഡിയോ ഓണാക്കി ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുമ്പോൾ കർത്തദാസനും കൂടെ അത് പറയുവാൻ വചന ശുശ്രൂഷിക്കാൻ ഒരു പ്രചോദനമായി തീരുമല്ലോ. ദൈവനാമത്തിൽ പ്രൈസ് പാസ്റ്ററെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രാർത്ഥനാധ്വനി വുമൺസ് പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങളോടുകൂടെ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട സാവകാശനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തകരായുള്ള എല്ലാ സഹോദരിമാരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന വിശേഷാൽ എന്റെ സ്നേഹിതനും എന്റെ സുഹൃത്തും എന്റെ സഹപാഠിയുമായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിന്റെ സഹധർമ്മിണി സിസ്റ്റർ ബിന്ദു ബെൻസൺ, അവരോട് കൂടെയുള്ള ടീമംഗങ്ങൾ എല്ലാവർക്കും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ എന്റെ വന്ദനവും അപ്പോൾ തന്നെ പുതുവത്സര ആശംസകളും അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരോടുമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരാലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവ് നമ്മെ വളരെ പ്രതീക്ഷയോടുകൂടെ വിളിച്ച് വേർതിരിച്ചു, ദൈവകൃപയിലേക്ക് നടത്തി. കഴിഞ്ഞ 2022 ദൈവം നമ്മെ അവന്റെ വലിയ ചിറകടിയിൽ നമ്മെ പരിപാലിച്ചു. വീണ്ടും 2013 പ്രാരംഭ ദിവസങ്ങളിൽ ജനുവരി മാസത്തിന്റെ ആദ്യ ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ മഹാകരുണ ദൈവം നമുക്ക് തന്നു. അപ്പോൾ ഓർക്കണമേ, നമ്മൾ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ടൈറ്റിൽ ഞാൻ കണ്ടു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ നല്ല ഒരു ടൈറ്റിലായി എനിക്കത് ഫീൽ ചെയ്തു. ഇന്നലെയാണ് കർത്താവിന്റെ ദാസൻ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ഞാൻ അന്നേരം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് തരത്തിലുള്ള സന്ദേശമാണ് പങ്കുവെക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി വേഗം പങ്കുവെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ഞാൻ തന്നെ വായിക്കുന്നു. സെഖരിയ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. ഇവിടെ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും യഹൂദാഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുകയും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും. ഞാൻ ഈ ഉപവാസത്തിന്റെ നിലകളിലേക്കുള്ള യഹൂദന്റെ ഉപവാസ നിലകളെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസങ്ങളെല്ലാം തന്നെ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തോട് ചേർന്ന് അത് വചനം നമ്മോട് പറയുന്നു, അത് ആനന്ദവും സന്തോഷവുമായി തീരുവാൻ നഷ്ടപ്പെട്ടു പോയ ചിലത് തിരികെ വരുന്ന അനുഭവങ്ങൾ ആയിത്തീരണം. പട്ടണത്തിലെ നിവാസികൾ, നാം ഓരോരുത്തരും പാർക്കുന്ന പട്ടണത്തിലെ നിവാസികളെ ചിലരെ കൂടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നിലയുള്ള അനുഭവമായിരിക്കണം. അപ്പോൾ തന്നെ ദൈവം നമുക്ക് തന്ന തലമുറകളെ തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോകുന്ന ഒരാത്മീക ജീവിതമായി നമ്മുടെ മാറരുത്. ദൈവത്തിന്റെ കരത്തിലേൽപ്പിച്ച് ദൈവത്താൽ വളർത്തിയെടുത്ത് നമ്മൾ കൊണ്ടുവരുന്ന തലമുറകളൊന്നും തന്നെ ദൈവ വഴിവിട്ട് അന്യപ്പെട്ടു പോകാനിടയാകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നമുക്കറിയാം, ഇന്നത്തെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ പലപ്പോഴും അനവധി വെല്ലുവിളികളാണ് നമ്മുടെ തലമുറകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു. ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാമിന്റെ വീട്ടിൽ
വീട്ടിലെ അനുഭവം നമുക്കുണ്ടാകാറുണ്ടോ? തലമുറകൾ പലപ്പോഴും നോക്കിയേ, തലമുറകൾക്ക് നേരെ നിൽക്കുന്ന ജപങ്ങളും തപങ്ങളുമായി പല നിലകളിലും പിശാച് അവന്റെ ശക്തിയോടെ വെല്ലുവിളിക്കുമ്പോൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും പരിഹാരം കാണാതെ തകർന്നു പോകുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല സഹോദരിമാരും പിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് ആരോടും പറയാൻ കഴിയാത്തവണ്ണം ആഴത്തുള്ള വേദനയുമായി നടക്കുന്നു. ദൈവസഭകളിൽ, എല്ലാ ദൈവസഭകളും അപ്രകാരമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ കാണാം. ഒരു പക്ഷേ അവർക്കത് ഉള്ളു തുറന്നു പറയാൻ കഴിയില്ല. അവർ വിചാരിക്കുന്ന രീതിയിൽ ഈ തലമുറകൾ വരുന്നില്ല. ലോകത്തിൻ്റെതാകുന്ന എല്ലാവിധമാകുന്ന സ്വാധീന വലയങ്ങളിൽ പെട്ടുകൊണ്ട് തലമുറകളൊക്കെ ഇന്ന് ദൈവസഭകളിൽ വെറും ഒരു തരത്തിൽ പറഞ്ഞ ചടങ്ങെന്നോണം വരുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ കഴിയാതെ, ക്രിസ്തുവിന്റെ അനുഭവമില്ലാതെ, ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ അനുഭവമില്ലാതെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ സൺഡേ സ്കൂളുകൾ ഏത് പ്രസ്ഥാനത്തിന്റെ ആകട്ടെ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഓരോ അധ്യാപകരെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ നിശ്ചയമായും അവരത് നന്നായി അറിയണം. അഭിഷേകത്തോടെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കണം. അഭിഷേകത്തോടെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. കഴിഞ്ഞ 2020 ഞാൻ ഒരു സൺഡേ സ്കൂളിൽ മുൻപ് ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കണം ഇവർ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത്. എൻ്റെ ഇന്റർമീഡിയറ്റ് ക്ലാസ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ വേണ്ടി കയറിയത്. ഏകദേശം ഞാൻ ക്ലാസ് തുടങ്ങി ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വല്ലാത്ത ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. പെന്തക്കോസുകാരുടെ കുഞ്ഞുങ്ങളാണ്, പെന്തക്കോസ് മാതാപിതാക്കളുടെ വലിയ പാരമ്പര്യം പറയുന്ന മക്കളുടെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഏകദേശം 8-9 കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അനുഭവങ്ങൾ ഉണ്ടോ? സ്തോത്രം. ഒറ്റ കുഞ്ഞിന് പോലും അനുഭവമില്ല. അവർ എല്ലാ ആഴ്ചയും ദൈവസഭയിൽ വരുന്നു, ആരാധിക്കുന്നു. അവർ അധിക സമയം മൊബൈലിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും എല്ലാം അവരുടെ സമയങ്ങൾ അവർ വേർതിരിക്കുന്നു. കർത്താവിന്റെ വചനം വായിക്കാനോ ഒന്നിനും അവർക്ക് താല്പര്യമില്ല. ഞാൻ വീണ്ടും 2 ആഴ്ചകൾ കൂടി അവർക്ക് കൊടുത്തു. നിങ്ങൾ രക്ഷിക്കപ്പെടണം, രക്ഷയെ കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്ത അനന്തരമായി ഞാൻ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ചില ആഴ്ചകൾ ശേഷം ആ കുട്ടികൾ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ മനസ്സുള്ളവർ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവര്, ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ കരങ്ങൾ ഉയർത്തി അവർക്ക് രക്ഷാവാചകം ചൊല്ലിക്കൊടുത്ത് രക്ഷയുടെ അനുഭവത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് കടന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നഷ്ടപ്പെട്ടു പോയ തലമുറയെ ഇന്ന് പലപ്പോഴും നമ്മൾ അവരുടേതാകുന്ന നിലയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായിട്ടില്ല. നോക്കുക, പൗലോസ്ലീഹ പറയുന്നു, അലക്സാണ്ടറും ഹൊമനിയോസും എനിക്ക് വളരെ ദോഷം ചെയ്തിരിക്കുന്നു. അവർ സാത്താന്റെ പിന്നാലെ പോയി, വല്ലാത്ത നിലയിൽ കടന്നുപോയി സാത്താന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായിട്ടില്ല. അവിശ്വസിച്ചാൽ ഒരു നല്ല ഒന്നും നമുക്ക് കാണാൻ ഒക്കത്തില്ല. അവിശ്വസിക്കുന്ന ഇന്ന് നോക്കുക, ധനം ധാരാളം ആളുകൾക്ക് ലഭിച്ചു തുടങ്ങി. പണ്ടത്തെ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പലരും വന്ന വഴികളും നടത്തുന്ന വിധങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേർന്നു. നോക്കിയ സാത്താൻ വളരെ തന്ത്രശാലിയാണ്. അവന്റെ തന്ത്രങ്ങൾ പല നിലകളിൽ ദൈവസഭകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ കൊണ്ടുവരുമ്പോൾ ഇത് തിരിച്ചറിയാതെ പോകരുത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്തിലെ കൃപാവരങ്ങൾ നിറഞ്ഞ ദൈവസഭയോടാ പറഞ്ഞത്, നോക്കണമേ, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങൾ എന്താണ്? പലവിധ ഏതുവിധേനയും തലമുറകളെ ദൈവകൃപയിൽ അന്യപ്പെടുത്തുക നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. യൂറോപ്പിലെ പല ക്രിസ്ത്യൻ രാജ്യങ്ങളും പ്രിയപ്പെട്ടവരെ പ്രത്യേക ഓർക്കണേ, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന മഹാരാജ്യം അനവധി മിഷണറി വര്യന്മാരെ അയച്ച്, പ്രത്യേകിച്ച് വില്യം കേറിയെ പോലുള്ള മോഡേൺ മിഷണറി യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കേറിയെ പോലുള്ള ശക്തരും കരുത്തരുമായ ആളുകളെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ ആ നിർമ്മല സത്യങ്ങളെ ഇവിടെ പ്രഘോഷിച്ച ആ രാജ്യത്തിൽ നിന്ന് അധിക പേർക്കും വിശ്വാസമില്ല. അധിക തലമുറകളും ദൈവകൃപയിലല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ പെർസെന്റേജ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. യൂട്യൂബിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ കയറി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കേവലം 36% താഴെയായി അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പെർസെന്റേജ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നോക്കുക, ഉണർവ് ആരംഭിച്ച രാജ്യത്ത്
രാജ്യത്തെ പല കുഞ്ഞുങ്ങളും സാമ്പത്തിക നന്മയുടെയും സമൃദ്ധിയുടെയും തലമുറകളിലേക്ക് ഈ വിശ്വാസം കൈമാറുവാൻ അവരുടെ മാതാപിതാക്കൾക്ക് പലർക്കും കഴിഞ്ഞില്ല. അവിടെ മതമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരുമായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞാനൊരു ഗ്രേറ്റ് ബ്രിട്ടന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അനേക രാജ്യങ്ങളിൽ സംഭവിക്കും. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇത് വളരെ അതിവിദൂര ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള ഭയത്തോടുകൂടി ഞാൻ ഇത് പറയുന്നത്. തലമുറകളൊന്നും ദൈവകൃപയിലേക്ക് നടത്തപ്പെടുന്നില്ല. പലപ്പോഴും നോക്കിക്കേ, ഒരു നല്ല വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. 31-ാം തീയതി വരുന്ന മീറ്റിംഗിൽ പല തീരുമാനങ്ങൾ പലതും പറയുന്നു. പക്ഷെ ഒന്നും തന്നെ പലരും അനുസരിക്കാൻ തയ്യാറല്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് ആദ്യം മാറ്റമുണ്ടാകണം. മാതാപിതാക്കൾക്ക് മാറ്റമുണ്ടായെങ്കിൽ മാത്രമാണ് തലമുറകൾക്ക് വ്യത്യാസം വരുള്ളൂ. മക്കളെ കുറിച്ചുള്ള ആത്മഭാരം അമ്മമാർക്കും പിതാക്കന്മാർക്കും ഇല്ലാതെ പോയാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സൂസന്ന വെസ്ലി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി 18 മക്കളെയാണ് സഹോദരി തന്റെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ചത്. ആ മക്കളെ 18 പേരിലെയും ദൈവകൃപയിലേക്ക് നടത്തിയ സൂസന്ന വെസ്ലി സഹോദരിമാരെ നിങ്ങളുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അവർ അത്രയധികം ദൈവകൃപയ്ക്ക് വേണ്ടി അവർ വില കൊടുത്തു. ഇന്ന് നോക്കുക, തലമുറകൾ ഒന്നും തന്നെ ദൈവവഴിയിൽ നിൽക്കാതെ വലിയ വലിയ ചർച്ചകൾ നമുക്കുണ്ട്, വലിയ വലിയ വീടുകളുണ്ട്, ഉന്നതമായ ജോലിയുണ്ട്, ആറൊക്കെ ശമ്പളം പറ്റുന്ന തലമുറകളാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ ആരുടെയും ചെറുപ്പത്തിൽ നമുക്ക് കണി കാണാൻ പോലും കിട്ടാത്ത രീതിയിലുള്ള സാമ്പത്തിക സമൃദ്ധിയെല്ലാം വന്നപ്പോൾ ആർക്ക് വേണമേ ദൈവത്തെ, യേശുവിന്റെ സ്നേഹത്തെ ആഴമായി അറിയുവാൻ? പലപ്പോഴും അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നമ്മുടെ ദൈവദാസന്മാർ പരാജയപ്പെടുന്നു, നമ്മുടെ സഭകൾ പരാജയപ്പെടുന്നു. നാം ഒന്ന് തിരിച്ച് വിചിന്തനം ചെയ്യണമേ. നോക്കുക, ഇസ്രായേൽ രാജാവിന്റെ മുൻപിൽ നിൽക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ. ചില ചരിത്രങ്ങൾ നമ്മൾ ഇസ്രായേൽ രാജ്യത്തിന്റെ ചില ചരിത്രങ്ങൾ പരിശോധിക്കുന്നതൊക്കെ കാണാൻ കഴിയും. നോക്കി, ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയ്ക്കകത്തേക്ക് നോക്കുക, ശലോമോൻ ഒരു ഫറവോന്യ സ്ത്രീയെ ഭാര്യയായി കൊണ്ടുവന്നു. അവിടെ കയറ്റാൻ അവൻ ഇടയായില്ല. കാരണം എന്താ? 2 ദിനവൃത്താന്തം 8-9 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കുന്നു. അത് വിശുദ്ധ ഭൂമിയാണ്. നോക്കുക, ലോകം കണ്ട ജ്ഞാനിയായ ശലോമോൻ നിത്യതയില്ലാതായി പോയില്ലേ? അവന്റെ കണ്ണും അവന്റെ ശ്രദ്ധയും ദൈവകൃപയിൽ നിന്ന് മാറിയിട്ട് മറ്റിതര ജാതി മതസ്ഥരുമായി അവൻ മിങ്കിൾ ചെയ്തു. നമ്മുടെ തലമുറയും ഇന്നോട്ട് പുറകിലല്ലെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എല്ലാ നിലകളിലും ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ കാലത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ ധന്യനായ പൗലോസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100 കോടിയിലധികം രൂപയുടെ മൂല്യമുള്ള സ്വത്തിനുടമയായിരുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ് സുവിശേഷം നിമിത്തം തന്റെ സ്നേഹിതരോട് പറയുക. നോക്കി, 2 തിമോത്തിയോസ് 4 ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു വന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. തന്റെ ജീവിതാന്ത്യം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കണമേ. സമ്പത്തിന് വേണ്ടിയോ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയോ അല്ല അപ്പോസ്തലൻ പ്രവർത്തിച്ചത്. നമുക്ക് യൂറോപ്പിലെ അതിശൈത്യം നേരിടാനുള്ള കഴിവില്ലാതെ തന്റെ സ്ഥൂല ശരീരം തണുപ്പ് കൊണ്ട് വിറച്ചപ്പോൾ തന്റെ സ്നേഹിതരോട് പറയുക, നീ വരുമ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് പോന്ന പുതപ്പ് കൊണ്ടുവരണം. നോക്കണമേ, ഉണ്ടായിരുന്ന എല്ലാം ക്രിസ്തുവിന്റെ നാമനിമിത്തം, യേശുവിന്റെ നാമനിമിത്തം വിട്ടുകളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം സംശയിക്കാതെ ദൈവപൈതലെ നീ ഏറ്റു പറയണം. സങ്കീർത്തനം 36:9, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. ഓരോ മാതാപിതാക്കളും ഓർക്കണം, ജീവന്റെ ഉറവയാകുന്ന അരുമനാഥനായ ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദത്തം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ 2013 ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. എന്റെ ദൈവത്തിന്റെ പക്കൽ ധാരാളം ഉറവയുണ്ട്. ഒരു ഉറവ അടഞ്ഞാൽ മറ്റൊരു ഉറവകൾ ദൈവം തുറക്കുന്ന ചില ഉറവകൾ ദൈവം തുറക്കുന്നു. ദൈവം തുറക്കുന്ന ഉറവ ഒരിക്കലും ഒരു പൊട്ടക്കിണറല്ല. അത് ദാഹം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ക്ഷീണം മാറ്റി ഉത്തേജനം നൽകുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഒക്കെ തണുത്ത് കിടക്കുന്നവനെ ചൂടാക്കുന്ന, ഉന്മേഷം നഷ്ടപ്പെട്ടവന് ഉന്മേഷം നൽകുന്ന, അനുഗ്രഹത്തിന്റെ വാതിലുകളിലേക്ക് നടത്തുന്ന ഒന്നാണ്. നമുക്ക് നോക്കുക, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിലാപങ്ങളുടെ പുസ്തകം 3:57 നോക്കുക, നിലവിളിക്കുന്നവന്റെ നിലവിളിക്കുന്ന വ്യക്തിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിയേ, പലപ്പോഴും ഇന്നാണ് എല്ലാ ഫലങ്ങളും പറിച്ചു കൊണ്ടുപോകുന്നു. ഫലം പറിച്ചു കൊണ്ടുപോയാലും വേണ്ടില്ല, അതിന്റെ ചുവട് മാന്തരുത്. ദുഷ്ടന്റെ ചെങ്കോൽ നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ പാടില്ല. എഹെസ്കേൽ പ്രവചനം 30:21. ദുഷ്ടൻ പല വിധത്തിലും തകർത്ത് കളയാൻ വേണ്ടി അവന്റെ ചെങ്കോലുമായി നമുക്ക് നേരെ വരുമ്പോൾ, പ്രിയ ദൈവമേ, നാം അറിയണം, നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാകാൻ പാടില്ലെന്ന് തിരുവചനം പറയുന്നു. വചനം ഇങ്ങനെ തന്നെ വായിക്കുന്നത്, മനുഷ്യപുത്രന്റെ ജീവിതത്തിൽ മനുഷ്യപുത്ര എന്ന് പറഞ്ഞിവിടെ തുടങ്ങുമ്പോൾ
നോക്കിയേ, ദുഷ്ടന്റേതാകുന്ന ഒന്നും തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ലെന്ന് വചനം നമ്മോട് വിളിച്ചു പറയുന്നു. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ അയച്ചിരിക്കുന്നു. അത് പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടത് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. ദുഷ്ടൻ എത്ര ശക്തിയോടെ തലമുറയ്ക്ക് നേരെ, ദൈവസഭയ്ക്ക് നേരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരെ, നിങ്ങളുടെ ജീവിതത്തിൽ നേരെ വെല്ലുവിളിച്ചാലും ശരി, അവന്റെ പദ്ധതികൾ നടക്കുകയില്ല. അവന്റെ ചെങ്കോൽ, അവന്റെ വാൾ പിടിക്കാൻ വേണ്ടിയുള്ള വിധത്തിലുള്ള മരുന്നുകൾ വെച്ച് കെട്ടുന്നവനല്ല ദൈവമെന്ന് അറിയണം. ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ നോക്കിയ ഒരു മെഡിക്കൽ കോളേജിലാകട്ടെ, ഒരു അത്യാധുനിക ചികിത്സാ സങ്കേതങ്ങളിലും ആരെയും എവിടെ കൊണ്ടുപോയി എടുക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ നീരുറവകൾ, തകർന്നു കിടക്കുന്ന നീരുറവകൾ നമ്മുടെ മുൻപിലുണ്ടോ? തലമുറയെ നോക്കി വിലപിക്കുന്ന മാതാവേ, സഹോദരി, ഓർത്തുകൊള്ളുക. തകർന്നു കിടക്കുന്ന ചില നീരുറവകൾ ഉണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ട് നീ ഭാരപ്പെടേണ്ട. ദൈവസ്ഥലിൽ നിലവിളിക്കുക. ഏലീശയുടെ മുൻപിൽ നോക്കിയേ, നല്ല വെള്ളം ലഭിക്കാനില്ല. ഏലീശയുടെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു, അവൻ നീരുറവയുടെ അടുക്കൽ ചെന്ന് ഉപ്പിട്ടു. വെള്ളം പഥ്യമായി. കൊട്ടാരം മുതൽ കുടിൽ വരെയും കയറുന്ന ഉപ്പാകുന്ന ക്രിസ്തു ഏത് ദുർഗന്ധം വമിക്കുന്ന വസ്തുവിനെയും അത് സുഗന്ധമാക്കി മാറ്റാൻ കഴിയുന്ന, തകർന്നു കിടക്കുന്നതിനെ പുതുക്കി പണിയുന്ന ഒരു ദൈവകൃപയുടെ അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒക്കെ ഉപ്പിന് പ്രത്യേകതയുണ്ട്. അത് അലിഞ്ഞു ചേരുന്നതാ. വെള്ളത്തിലിട്ടാൽ അത് അലിഞ്ഞു ചേരും, കറികളിൽ ചേർത്താൽ അതിന് രുചി വരുത്തും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഉപ്പായി മാറണം. ചില മാതാപിതാക്കളുടെ പ്രാർത്ഥനാ മുറികൾ കണ്ണുനീർ കൊണ്ട് അലിഞ്ഞു തീരട്ടെ. എന്തിനാ നശിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഒരുപക്ഷെ ശുശ്രൂഷകന്മാരുടെ കുടുംബങ്ങൾ ഇതിനകത്ത് കണ്ടേക്കാം. അവരോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, അലിഞ്ഞു തീരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആളിൽ നിശ്ചയമായും ഒരു പുത്തൻ ഉണർവോടുകൂടെ 2013 ദൈവം ആയുസ് നീട്ടിത്തന്ന കർത്താവിന് വേണ്ടി അലിഞ്ഞു തീരുന്ന ഒരു ഉപ്പായി മാറിയാൽ നിശ്ചയമായി അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം നമ്മിലൂടെ ഇന്ത്യയിൽ പലയിടങ്ങളിലായി കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ നിർത്തുവാൻ ദൈവം പ്രാപ്തനാണെന്നുള്ള കാര്യം മറക്കരുത്. ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കണം. അലിഞ്ഞു തീരുന്ന ഉപ്പായി മാറണം. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ അതേക്കുറിച്ച് വ്യക്തമായി പ്രഭാഷണത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക. പലപ്പോഴും ഇന്ന് ഒരു കാലത്ത് നന്നായി അലിഞ്ഞു തീരുന്ന, ഒത്തിരി ആത്മഭാരത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനവധി അമ്മമാർ, പിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ നമ്മുടെ നടുവിലുണ്ടായിരുന്നു. ഇന്ന് സമൃദ്ധിയുടെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കരച്ചിലിന്റെ സ്ഥാനത്ത് ഒന്നുമില്ലാതെ ബുദ്ധിയുടെ പ്രാർത്ഥന മണ്ഡലങ്ങളിലേക്ക് മാറുന്നു. ആത്മാവിൽ ഞരങ്ങുന്ന ആളുകളെ കാണാനില്ല. ആത്മാവിന്റെ ഭാരമുള്ളവരില്ലാതെയായി മാറിയപ്പോൾ പലപ്പോഴും ദൈവസഭകളും ശുശ്രൂഷകളും ഒക്കെ വരണ്ടുണങ്ങുന്ന കാഴ്ച. ഒരു ചടങ്ങിനെന്ന പോലെ കൂടി വരുന്നു, ചടങ്ങിനെന്ന പോലെ തലമുറ കൂടി വരുന്നു. തലമുറ ദൈവസഭയുടെ അകത്ത് വരുമ്പോൾ ഇന്നത്തെ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഉന്നതമായ വളർച്ച തലമുറയെ ഏറെ സ്വാധീനിച്ചു കഴിഞ്ഞു. വാട്സാപ്പിലും ട്വിറ്ററിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെയും വളരെയധികം സമയം ചെലവഴിക്കുമ്പോൾ അരിമനാഥനായ ദൈവത്തോട് സംസാരിപ്പാൻ ആർക്കും സമയമില്ല. പുറമെയുള്ള ബാഹ്യപ്രകടനങ്ങൾ കൊണ്ടൊന്നും ദൈവസഭ രക്ഷപ്പെടുകയില്ല, തലമുറ രക്ഷപ്പെടുകയില്ല. അലിഞ്ഞു തീരാതെ, ഉടയാതെ ഒരു പളുങ്കുപാത്രം നിലത്ത് വീണ് ചിതറുന്നത് പോലെ ഉടഞ്ഞു നുറുങ്ങുവാൻ മനസ്സുള്ള അമ്മമാരുണ്ടെങ്കിൽ, പിതാക്കന്മാരുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ പിശാച് തൊടുകയില്ല. പിശാച് തൊടാൻ അവൻ അനുവദിക്കില്ല. നിന്റെ പ്രാർത്ഥനയെ മറികടക്കാൻ കഴിയില്ല. പ്രാർത്ഥനയെ മറികടക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ പ്രഭാഷകനായിരുന്നു C.H. സ്പർജൻ അഥവാ ചാൾസ് ഹെൻറി സ്പർജൻ. തന്റെ അമ്മയുടെ നിലവിളിയാണ് തന്നെ ദൈവകൃപയിലേക്ക് നടത്തിയും ലോകമറിയുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റിയത്. നിരീശ്വരവാദിയായ, ദൈവമില്ലാത്തവനായി ദൈവത്തിന്റെ കൃപയിൽ അന്യപ്പെട്ടപ്പോൾ ശരി, തന്റെ അമ്മ തനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു ലോകത്തെ ഇളക്കി മറിക്കുന്ന പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് തന്നെ ഉയർത്താനിടയായത് ആ മാതാവിന്റെ കണ്ണുനീരാണ്, തന്റെ നിലവിളിയാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുൻപിൽ പല ഉറവകളും ദൈവം തുറന്നു തന്നിട്ടുണ്ട്. ആ ഉറവകൾ മറ്റാരും കൊണ്ടുവന്നിടയാകരുത്. സദൃശ്യവാക്യം പ്രോവർബ്സ് 5:16-17 ഇങ്ങനെ വായിക്കുന്നു. അവിടെ വായിക്കുമ്പോൾ, നിന്റെ ഉറവകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകി പോകേണ്ടതിന് അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിനക്ക് വരേണ്ട ഉറവകൾ മറ്റൊരു അന്യനും കൊണ്ടുപോകാനിടയാകരുത്. അങ്ങനെ കൊണ്ടുപോകാൻ നീ അനുവദിക്കരുത്. നിന്റെ ഉറവകൾ വെളിയിലേക്കും നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? ഒരിക്കലും നിനക്ക് വരേണ്ട, നിന്റെ കുടുംബത്തിൽ വരേണ്ട, തലമുറയിൽ വരേണ്ട, ദൈവസഭയിൽ വരേണ്ട നന്മയുടെ നീരുറവകൾ പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരിക്കലും നീ അനുവദിക്കരുത്.
അനുവദിക്കരുത്. സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കുക. അപ്പൊ നോക്കുക, പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാപിച്ച ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചെടുത്ത ചില നീരുറവകളുണ്ട്. അത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തരുന്ന ഉറവകളാണ്. അത് മറ്റാരും കൊണ്ടുപോകാനാണ്. ഉറവകൾ പലയിടത്തും ഒഴുകിപ്പോകാൻ ഒരിക്കലും ദൈവപൈതലെ നീ അനുവദിക്കരുത്. ഉറവകൾ ഒഴുകിക്കളയുവാൻ വേണ്ടി പിശാച് അവന്റെ സകല ശക്തിയോടുകൂടി നമുക്ക് നേരെ വരും. നോക്കുക, നിന്റെ ഉറവകൾ ഒരിക്കലും മറ്റു വീതികളിൽ ഒഴുകിപ്പോകാനിടയാകരുത്. വിനാശകൻ നമുക്ക് നേരെ വരുന്നു. മിസ്രയീം നിനക്കെതിരെ നിന്നാലും ഭയപ്പെടേണ്ട, യഹോവയാം ദൈവം നിന്നോട് കൂടെയുണ്ട്. യിരെമ്യാ പ്രവചനം 46:17 അതിന്റെ 20-24 നമുക്ക് മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകുന്ന ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ഇതിന്റെ മധ്യേ ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. മറക്കരുത്. അപ്പോൾ മിസ്രയീമിന്റെ ശക്തികൾ തലമുറയെ ബന്ധിക്കുന്നുവോ, സഭയെ ബന്ധിക്കുന്നുവോ, ശുശ്രൂഷകളെ ബന്ധിക്കുന്നുവോ, അത് കണ്ട് ഭയപ്പെടി. 2023 സകല മിസ്രയീം ശക്തികളും നമുക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അതിനെ നേരിട്ട് കൊണ്ട് അസാധാരണമായ വിജയത്തിൽ മുന്നേറണം. ഒരു തളർന്നു കിടക്കുന്ന ശുശ്രൂഷയല്ല, തകർന്നു കിടക്കുന്ന ശുശ്രൂഷയല്ല, ജ്ഞാനത്തിന്റെ ശുശ്രൂഷയല്ല. പൗലോസ് പറയുന്നു, ആത്മാവിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ വെളിപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ, കുടുംബത്തിൽ വെളിപ്പെടട്ടെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ വെളിപ്പെടട്ടെ, തലമുറ നമ്മുടെ കണ്ണുനീര് കാണട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ കാണട്ടെ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ധാരധാര ഒഴുകുന്ന കണ്ണുനീർ ചാലുകൾ അവർ കാണട്ടെ. അവർ ഇന്നല്ലെങ്കിൽ നാളെ അത് മറക്കില്ല. എൻ്റെ അമ്മയുടെ കരച്ചിൽ, എൻ്റെ അമ്മയുടെ കരച്ചിൽ, എൻ്റെ പിതാവിന്റെ കരച്ചിൽ, ഹല്ലേലൂയ, ഒരിക്കലും മറക്കില്ല. ദൈവം ആ കണ്ണുനീർ അവന്റെ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ഫലം നിശ്ചയമായി വരും. മിസ്രയീം നിന്റെ തലമുറയെ വരിഞ്ഞു മുറുക്കുന്നു, കുടുംബത്തെ വരിഞ്ഞു മുറുക്കുന്നു. നിശ്ചയമായും ദൈവത്തിൽ ആത്മാവിൽ തന്നെ അധികാരത്തോടെ കൽപ്പിക്കുക. ആത്മാവിൽ ദൈവം തന്നെ ഒരു അധികാരമുണ്ട്. ദൈവം നമ്മുടെ തിയോളജി കൊണ്ട് അതിനെ ജയിക്കാൻ ഒക്കത്തില്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് അതിനെ ജയിക്കാൻ ഒക്കത്തില്ല, നമ്മുടെ ജോലി കൊണ്ട് അതിനെ ജയിക്കാൻ ഒക്കത്തില്ല, നമ്മുടെ പണം കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. ലോകത്തിന്റെ ഒരു സൈക്കാട്രിസ്റ്റിനും തലമുറയെ ചികിത്സിക്കാൻ ഒക്കത്തില്ല. ചികിത്സിക്കാൻ ഒക്കുന്ന ഒരേ ഒരുവൻ യേശു മാത്രം. അവന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ സകലതും വിട്ട് എല്ലാം വിട്ടുകളഞ്ഞ് ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ ഒരു പളുങ്കു പാത്രം പോലെ ഉടയണം. സ്വന്തം കുറവുകൾ ഏറ്റുപറയണം. ജീവിതത്തിന്റെ പോരായ്മകൾ, വഴികേടുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ മനസ്സുണ്ടോ? നിശ്ചയമായും സ്ഥിതിക്ക് ഭേദം വരുത്തും. 2023 പ്രാരംഭ സെഷനിൽ തന്നെ സ്വർഗത്തിലെ ദൈവം എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നെ കൊണ്ട് ഇപ്രകാരമുള്ള ദൂത് പറയിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചല്ലേ മെസ്സേജ് ഒരുങ്ങിയത്. ദൈവം എന്നെ ഇങ്ങനെ ആത്മാവിൽ മുന്നോട്ട് നയിക്കുന്നു. പ്രിയമുള്ള ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില നന്മയുടെ ഉറവുകൾ, തലമുറയ്ക്ക് ഉള്ള നന്മയുടെ ഉറവുകൾ, അത് മറ്റ് വീതികൾ ഒഴുകിപ്പോകാൻ നീ അനുവദിക്കരുത്. പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവകൃപയിൽ വർദ്ധിച്ചു വരുന്ന ദൈവപൈതലേ, മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകുന്ന വിധത്തിൽ നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്റെ ജീവിതത്തിന് സമസ്ത മേഖലയും തകർത്ത് കളയാൻ വരുന്ന ഈ ദുഷ്ടന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിന് മേൽ നീ ജയമെടുക്കണം. നോക്കുക, നമ്മൾ പൊതുനിയമത്തിലേക്ക് വരുമ്പോൾ പഠിക്കുമ്പോൾ കാണാം, കൂടാര പെരുന്നാളിന് 7 ഉത്സവങ്ങൾ കഴിഞ്ഞ് ചെയ്യുന്ന ശുശ്രൂഷയാണ് ആ കൂടാര പെരുന്നാൾ. മഹാപുരോഹിതൻ നോക്കുക, സ്വർണ്ണക്കുടം ശീലോഹാം കുളത്തിൽ പോയി നിറച്ച ജനത്തെ അനുഗ്രഹിച്ച് തളിച്ചു. ശീലോഹാം കുളത്തിലെ വെള്ളമല്ല ആ ജനത്തിന് അനുഗ്രഹമായത്. യേശു പറഞ്ഞു, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനുമായുള്ളവരേ എന്റെ അരികിലേക്ക് വരട്ടെ. ഈ ജീവജലത്തിൽ കുടിക്കുന്നവൻ അവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ, തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നീരുറവകൾ പുറപ്പെടും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ ഉള്ള 39 വാക്യങ്ങൾ നോക്കുക. പഴയ നിയമത്തിലുള്ള കുറവുകളെ തീർക്കുവാൻ വേണ്ടി ദൈവം എന്താ? ദാഹം മാറ്റാൻ കഴിയാതിരുന്ന മനുഷ്യന്റെ ദാഹം മാറ്റുവാൻ ദൈവം എന്താ? ക്രിസ്തുവാകുന്ന നല്ല ഗുരുനാഥനെ നമുക്ക് തന്നുകൊണ്ട് നമ്മെ നോക്കുക, ഒരു തരത്തിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നന്മയില്ലാതെ പോയിരുന്ന നമ്മെ നോക്ക്, ദാഹം എത്ര കുടിച്ചിട്ടും ദാഹം മാറാതിരുന്ന നമ്മെ ദാഹം മാറ്റുവാൻ പുതിയ നിയമത്തിന്റെ ഉറവയാകുന്ന ക്രിസ്തുവിലൂടെ നമ്മെ അടുപ്പിച്ചല്ലോ. അനേക വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഈ ദൈവകൃപ അനുഭവിച്ചിട്ട്? ഇന്ന് ഈ സമയം ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവര്, രക്ഷിക്കപ്പെട്ട സമയത്തുള്ള ആത്മാവിന്റെ നിറവും അസന്തോഷവും ദൈവകൃപയും നമ്മിലുണ്ടോ? ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കട്ടെ. അന്ന് ദൈവത്തോടുള്ള സമർപ്പണം, നിനക്ക് വേണ്ടി ജീവൻ വെക്കണമോ, എവിടെ പോകണമോ, ഞാൻ അതിന് റെഡിയാണ് എന്ന് പറഞ്ഞ അനേകർ ഇന്ന് വെറും ഒരു ജൽപ്പനമായി മാറിയ അനേകരുടെ പ്രാർത്ഥനകൾ, അനേകരുടെ ഉപവാസം വെറും പേരിന് കളിപ്പിക്കുന്ന ഉപവാസമായി മാറി. എല്ലാ നിലകളിലും മാറി. നോക്കുക, നമ്മുടെ സമൂഹത്തിലെ ആളുകളൊക്കെയും പല നിലകളിൽ മാറി. കാലത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് പലവിധമാകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുമ്പാകെയോ ദൈവത്തിന്
ദൈവത്തിനോ ഭാഗ്യോ എനിക്കോ നിങ്ങൾക്കോ രക്ഷപ്പെടാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ വചനം സത്യമാണെങ്കിൽ ആ വചനത്തിൽ പറഞ്ഞത് അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമാധാനം നഷ്ടപ്പെട്ട അനേക ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ മേഖലകളും ചിലർക്ക് തലമുറയോർത്തുകൊണ്ട് കരയാനേ ചില അമ്മമാർക്ക് നേരമുള്ളൂ. ഞങ്ങളെല്ലാം പലരെയും കൗൺസിൽ ചെയ്യുന്നതുകൊണ്ട് പല മേഖലകളിൽ ഞങ്ങളുടെ കോൾ വരുമ്പോൾ ഞങ്ങൾക്കറിയാം പലരുടെയും വേദന എന്താ നോക്കണമേ. ദൈവം നന്മകൾ നൽകിയപ്പോൾ പലരും മറന്നു ദൈവകൃപ മറന്നു, അനുഭവിച്ചറിഞ്ഞ ദൈവകൃപ മറന്നു, നടത്തിയ വിധങ്ങൾ മറന്നു. നോക്കണമേ, മോശയോട് കർത്താവ് പറഞ്ഞു നോക്കിയേ, നീ വന്ന വഴികൾ മറക്കരുത്. നീ എവിടെ നിന്നാ പോന്നേ? മിസ്രൈമിൽ നിന്ന് നിന്നെ വെട്ടിയെടുത്തു, ആ ചെങ്കൽ കുഴിയിൽ നിന്നെ വെട്ടിയെടുത്തു കൊണ്ടുവന്നു. നീ എത്ര വലിയ പ്രമാണിയായാലും, എത്ര വിദ്യാഭ്യാസ യോഗ്യത നേടിയാലും, എത്ര ഉന്നത ജോലി നേടിയാലും, ഏത് തലങ്ങളിലായാലും, ഇനി ശുശ്രൂഷയിലായാലും, ഏത് ഉയർന്ന പോസ്റ്റിലെത്തിയാലും, എവിടെ എത്തിയാലും വന്ന വഴികൾ മറക്കരുത്, നടത്തിയ വിധങ്ങൾ മറക്കരുത്. അരിമനാഥൻ കൈ പിടിച്ചത് കൊണ്ടാണ് ഈ മാന്യത ഉണ്ടായത്. ഇന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിന്നെ അറിയുവാനും നിന്നെ ഉയർത്തുവാനും അരിമനാഥൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളും മറക്കരുത്. നമ്മെ ദൈവം വിളിച്ചു, എന്ത് പ്രതീക്ഷയോടെ വിളിച്ചത്. പക്ഷെ ഇന്നത്തെ സഭകളെ, ഇന്നത്തെ ദൈവജനത്തെ നോക്കുമ്പോൾ ദൈവം ദുഃഖിക്കുകയല്ലയോ പ്രിയപ്പെട്ടവരെ. 31 എല്ലാ കാര്യങ്ങളും പുതുവർഷ ആഘോഷമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയവും ദൈവം തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? പലപ്പോഴും ദൈവമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടില്ലേ? രാജകീയ ഉറവിലേക്ക് നടത്തുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ ഇങ്ങനെ കൊണ്ടുവന്നു. ഒരു ഉറവ നിന്നു പോയെന്ന് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. അത് നിന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഉറവകൾ ദൈവം നിനക്ക് തുറക്കുവാൻ വിശ്വസ്തനാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:16-17 നോക്കി അവിടെ ഇങ്ങനെ പറയും, താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. നോക്കണമേ, ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുമ്പോൾ അവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്ന താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, സാധ്യതയില്ല. ഒരു നിലയും ശത്രു പ്രബലപ്പെട്ടു നിൽക്കുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, ആടുമാടുകൾക്ക് കൊടുക്കുവാൻ ഒന്നും തന്നെ ഇല്ല. അവിടെ ഇതാ എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന പറയുക, താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, ഏതോ വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ശത്രു പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനാ മുറിയാണ് അവനുള്ളത്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് പുലർച്ചെ അവർ നോക്കുമ്പോൾ കണ്ടതെന്താ? ആ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു. ആ വെള്ളമെല്ലാം അവർ നോക്കുമ്പോൾ, എതിർശക്തികൾ നോക്കുമ്പോൾ എന്താണ് അത്? രക്തം പോലെ അവർക്ക് തോന്നി. അവർ തോറ്റു തുന്നം പാടി. ഇസ്രായേലിന് ദൈവം വിജയം നൽകി. ദൈവം ജീവിക്കുന്നവന് അസാധാരണമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവം നോക്കി അവൻ തന്റെ സൈന്യത്തെ അയക്കുന്നു, മിന്നലിനെ അയക്കുന്നു, പിളരുവാൻ ഉള്ളിലേക്ക് ദൈവം അയക്കുന്നു. നോക്കിയേ, ഹല്ലേലൂയ. രാമത്തെ ലേഹിയിൽ ഒരു കുഴി തുറന്നുകൊണ്ട് വെള്ളമില്ലാതെ പോയിരുന്നപ്പോൾ അവിടെയും ദൈവം ഉറവ തുറന്ന് ദൈവത്തിന്റെ കൈ അവൻ അനുകൂലമായി തീർന്നു. ഏത് നിലയിൽ പോയാലും ശരി പ്രിയപ്പെട്ട ദൈവത്തില് നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. വചനപ്രകാരം നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിശ്ചയമായും ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി വരും. ഓക്കെ, യജമാനത്തിയുടെ പീഡ സഹിക്കാൻ കഴിയാതെ വണ്ണം ഹാഗാർ 25 വർഷമായി ദാസിയായി അവൾ സേവിക്കപ്പെട്ടതിന് കിട്ടിയത് എന്താ? മരുഭൂമിയാ കിട്ടിയത്. പക്ഷെ മരുഭൂമിയിലേക്ക് പോയപ്പോൾ ശരി അതിന്റെ അടിയിൽ ഉറവയുണ്ടായിരുന്നു, പക്ഷെ ഇവള് കണ്ടില്ല. 25 വർഷമാണ് അവൾ കഷ്ടപ്പെട്ടത്. വീട്ടിലെ നിന്ന്, സാറായുടെ നിന്ന്, എല്ലാ നിന്ദകളുടെ നടുവിലും കിട്ടിയ ആ കുഞ്ഞുമായി അവൾ പോകുക. അവിടുന്ന് പോകുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നോക്കണമേ, ആ കുഞ്ഞിന്റെ കരച്ചിൽ ദൈവം കേട്ട. ഉറവ നേരത്തെ തന്നെ അവിടെ ദൈവം വെച്ചിരുന്നു, പക്ഷെ കരച്ചിലിന്റെ നടുവിലാണ് സ്വർഗം അവിടെ ഉറവ തുറന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക. സ്തോത്രം. കരയാൻ മനസ്സുണ്ടോ? പഴയതുപോലെ മുത്തുമണികൾ പോലെ കണ്ണുനീർ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ രഹസ്യത്തിൽ കണ്ണ പിതാവ് പ്രതിഫലം തരുന്ന പിതാവിന്റെ മുമ്പിൽ മുത്തുമണികളെ പോലെ ചിതറുന്ന കണ്ണുനീരുമായി ദൈവസംഗിൽ തകർന്ന ഹൃദയത്തോടെ കരയാൻ മനസ്സുണ്ടോ? ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ തലമുറകൾ തകർന്നു പോകാതെ ദൈവം അതിനെ നിർത്തും. ദൈവത്തിന്റെ വലിയ പദ്ധതി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നോക്കണമേ, മരുഭൂമിയിലേക്ക് ഹാഗാറിന് കൊടുത്തു, മനുഷ്യൻ അബ്രഹാം കൊടുത്തു വിട്ട നോക്കിയേ വെള്ളം, ആ മരുഭൂമിയിൽ പോലും അവന് ഉപയോഗിച്ചത് ആ ഒരു മരുഭൂമി നടക്കാൻ പോലും ഉണ്ടായിരുന്നില്ല.
ഇത്രയേ ഉള്ളൂ മനുഷ്യർ തരുന്ന വെള്ളമൊക്കെ. നോക്കണമേ, മനുഷ്യർ തരുന്ന നന്മയും മനുഷ്യർ നമുക്ക് വേണ്ടി കരുന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു മരുഭൂമി കടക്കാൻ പോലുമുള്ള കൊടുക്കാൻ മനുഷ്യന് കഴിയില്ല. എന്നാൽ എന്റെ ദൈവം തുറന്നാൽ മരുഭൂമിയല്ല, അതിനപ്പുറമുള്ളത് എത്രത്തോളം വേണമോ, നിന്റെ തലമുറയ്ക്ക് വേണമോ, തലമുറയുടെ തലമുറയ്ക്ക് വേണം, ആ അവസ്ഥ എത്രത്തോളം തരുവാൻ അവന്റെ കയ്യിൽ ധാരാളമുണ്ട്. മനുഷ്യൻ തരുന്നത് അത് ഇടയ്ക്ക് നിന്നു പോകും. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ ഓർക്കണം, മരുഭൂമിക്കകത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്, ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുണ്ട്. മരുഭൂമിയിലാണെങ്കിൽ ഉപവസിപ്പാൻ തയ്യാറുണ്ടോ? വീട്ടുകാർ വിട്ട തുരുത്തിയിലെ വെള്ളം മരുഭൂമിയിൽ മതിയാകയില്ല. ഉറവ ഇല്ലാത്തിടത്ത് ദൈവം ഉറവ തുറന്നു. അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. 2 ദിവസം മുമ്പ് തന്നെ അബ്രഹാമിന്റെ തുരുത്തി വറ്റിയിരുന്നുവെങ്കിലും അതിനു മുമ്പേ ദൈവം ഹാഗാറിന് വേണ്ടി നോക്കിയ പുതിയ വഴിയാണ് അവിടെ തുറന്നത്. ഹല്ലേലൂയ. ദൈവഭൃത്യനായ ഹല്ലേലൂയ മോശയ്ക്ക് നേരെ ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 21:7 വായിക്കുമ്പോൾ പാപത്തിൽ കടന്ന ജനത്തിന്റെ ശക്തിക്ക് നേരെ ശക്തമായി അവൻ പ്രതികരിച്ചു. അവൻ പ്രതികരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അറിയുക, മോശയ്ക്ക് നേരെ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തപ്പോൾ അവിടെ സർപ്പങ്ങളെ അയച്ചു. സർപ്പങ്ങളുടെ കടിയേറ്റ് അനേകർ മരിച്ചു. സർപ്പങ്ങൾ നോക്കിയ പാപത്തിന്റെ സർപ്പങ്ങൾ ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കണം. അതിന്റെ കടിയേറ്റിനി അനേകർ നശിച്ചു പോകാനിടയാകരുത്. ആ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നോക്കണമേ, അവിടെ മോശ ചെയ്തൊരു കാര്യമുണ്ട്. ജനത്തെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിച്ചു, ഒന്നിച്ചു കൂട്ടി ദൈവസന്നിധിയിലിരുന്നു. ദൈവസന്നിധിയിലിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവിടെ പുതിയ ഉറവകൾ തുറന്നു കൊടുത്തു. നമ്മുടെ ഉപവാസം എന്തായിരിക്കണം? നമ്മൾ വായിച്ച കുറിവാക്യം പോലെ തന്നെ ഹല്ലേലൂയ. പ്രതിയോഗി പലപ്പോഴും നമ്മുടെ മുൻപിൽ ഇരുന്നു. പ്രതിയോഗിയുടെ മുൻപിൽ നീ ക്ഷീണിച്ചു പോകരുത്. നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ അറിയുന്നവനായ കർത്താവ് ഹല്ലേലൂയ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ മുൻപുള്ളതൊന്നും ഓർക്കണ്ട. പ്രവചനവാക്യം ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ഏറ്റവും വലിയ പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെടുന്ന യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുമ്പോൾ നോക്കിയേ, സ്തോത്രം, അവന്റെ പദ്ധതികൾ എത്ര വലുതാണെന്ന് നോക്കിയേ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. 43:18 പണ്ടുള്ളവയെ നിരൂപിക്കും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലല്ലോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയും ഉണ്ടാക്കും. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. സ്തോത്രം. ആരും സഹായത്തിനില്ല, ആരും കരുതുവാനില്ല. ഓർക്കണമേ, സ്തോത്രം. ദൈവം ഇതാ പുതിയ വഴി നമുക്ക് വേണ്ടി തുറക്കുവാൻ നോക്കി. മുമ്പുള്ളത് നിങ്ങൾ ഓർക്കണ്ട. മുമ്പ് സംഭവിച്ചു പോയ പരാജയങ്ങൾ ദൈവത്തോട് ഏറ്റുപറ, ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു പറ. നിശ്ചയമായി കർത്താവ് ഒരു പുതിയ വഴി തുറക്കുക. പണ്ടുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിരൂപിക്കേണ്ട. പണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇന്ന് വരെ ആരും ചെയ്യാത്തത്. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ. തലമുറ ദൈവ വഴിയിൽ നിൽക്കട്ടെ, ദൈവമുഖത്തേക്ക് നോക്കട്ടെ. അവന്റെ മുൻപുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട. ഇപ്പോഴുള്ളത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിനക്ക് വേണ്ടി കരുതും. തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുവാൻ വിശ്വസ്തന. അവർ ദൈവ വഴിയിൽ നടക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരിമാര്, നിങ്ങളെടുത്ത പുസ്തകം നിങ്ങളുടെ തലമുറകൾ അന്ത്യം വരെ, നിങ്ങളുടെ കണ്ണടയുന്നവരെ ആ പുസ്തകം ഒരു ചമക്കാനടിയാകട്ടെ. അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. ഇവിടെ ഭൂമിയിലുള്ള വലിയ കൊട്ടാരങ്ങളോ വലിയ ആറക്ക ശമ്പളമുള്ള ജോലിയോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങളോ, പജീറയോ, അല്ലെങ്കിൽ ഹല്ലേലൂയ റോൾസ് റോയ്സോ തുടങ്ങിയ ഉന്നതമായ വാഹനങ്ങളോ, ഹല്ലേലൂയ സ്തോത്രം, വലിയ ലക്ഷങ്ങൾ കൂടി 50 കോടി 1 കോടി രൂപയുടെ വാഹനങ്ങൾ കിട്ടുന്നതല്ല നീ സന്തോഷിക്കേണ്ടത്. നിന്റെ തലമുറ ദൈവകൃപയിൽ നിൽക്കുന്നു, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ആരാധനയിൽ വന്നാൽ അവൻ ആത്മാവിൽ നിറയുന്നുണ്ടോ? അവൻ അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അവൻ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? അവൾ ദൈവകൃപയിൽ നിൽക്കുന്നുണ്ടോ? അരുതാത്ത ബന്ധങ്ങൾ കുടുങ്ങിപ്പോകുന്നുണ്ടോ? അരുതാത്ത നിലകളിലേക്ക് പോകുന്നുണ്ടോ? അറിയണം. നിന്നെ വിട്ട് യൂണിവേഴ്സിറ്റികളിലും മറ്റ് കോളേജുകളിലൊക്കെയും കടന്നു പോകുമ്പോൾ, +2 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. അവരെവിടെയാണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്? നിനക്ക് അവർക്ക് യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞോ? അവരുടെ ഹൃദയത്തിൽ യേശുവുണ്ടോ? യേശു ഉണ്ടെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ സ്വർഗ്ഗത്തിലത് എവിടെ പോയാലും, ഏത് പാപലോകത്തിൽപ്പെട്ടാലും ശരി, അവർ തിരിച്ചു വരും. ഹല്ലേലൂയ. യേശുവിനെ കൊടുക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരാജയമാണ്. നാം സേവിച്ച യേശുവിനെ, നാം എടുത്ത കർത്താവിനെ, നാം അറിയുന്ന കർത്താവിനെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൽ പരം അരിഷ്ടരും നിർഭാഗ്യവാന്മാരുമായ മനുഷ്യർ ആരുണ്ടാ? നോക്കുക, ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള,
ആ കാലത്ത് ഇന്ന് ഒരു ദൈവദാസനോ ഒരു സംഘടനയുടെ നേതാവിനോ അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സെമിനാറുകൾ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകനോ പൗലോസിന്റെ ക്വാളിഫിക്കേഷനോട് ഒപ്പം വെക്കാൻ എന്തു പറയാനുണ്ട്? എത്ര ഡോക്ടറേറ്റ് നേടിയാലും പൗലോസിന്റെ ചിന്തകളും പൗലോസിന്റെ നോക്കി അവൻ പറയുക, ക്രിസ്തുവിനെ അവൻ വെളിപ്പാടാക്കി മനസ്സിലാക്കി കഴിഞ്ഞ് പറയുക, ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായോ എന്നല്ല, ഇനിയും വല്ലതും ലഭിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയത്ര ചെയ്യുന്നത്. യേശുവിന്റെ വിളി കേട്ട് ആ ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്ന മാതാവേ, കരയാൻ മനസ്സുണ്ടോ? താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ ഉന്നത ഭാവങ്ങളൊക്കെ ഒന്ന് വിട്ടുകളയണം. നമ്മുടെ ജഡത്തിന്റെ ഉയർച്ചകളൊക്കെ ഒന്ന് താഴട്ടെ. ആ ക്രൂശിലേക്കൊന്ന് നോക്ക്. നമുക്ക് വേണ്ടി അവൻ സഹിച്ച വേദന, ആ ഗത്സമനയിലെ യേശുവിന്റെ പ്രാർത്ഥന ഒന്ന് വായിച്ചു നോക്കിയേ. ഒരുമിച്ച് കൂടെ നടന്ന് 3.5 വർഷം കൂടെ നടന്ന് പഠിപ്പിച്ച ശിഷ്യന്മാർ, യേശു അതിവേദനയിൽ അവന്റെ രക്തം വീർപ്പുതുള്ളി പോലെ പൊടിയ ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? സ്തോത്രം, ശിഷ്യന്മാർ ഉറങ്ങുന്നു. ആരും സഹായത്തിനില്ല, ഒരു മനുഷ്യൻ സഹായത്തിനില്ല. യേശു ഏൽക്കാൻ പോകുന്ന അതികഠിനമായ വേദന, മാനവരാശിയുടെ മുഴുപാപത്തിന്റെ വേദന, ഗബതയുടെ കൽത്തളത്തിൽ മാറി മാറി അടിക്കപ്പെട്ടവനായി 5 കോടതികളിൽ ഒരു കുറ്റം പോലും കാണാതെ വിസ്താരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ക്രൂരമായ അപമാനത്തിന് ശിക്ഷ ഏറ്റെടുത്ത് ആ ക്രൂശിലേക്ക് നടന്നു പോകുന്ന കർത്താവിനെ നാം കാണുന്നുണ്ടോ? 2 കള്ളന്മാരുടെ മധ്യേ നിസ്സഹായനായി അർദ്ധപ്രാണനായി അവന്റെ പുറം മുഴുവൻ ചാലുപോലെ കീറി യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവന്റെ താടി രോമം പോൽ പിഴുതെടുത്തു, മുഖത്ത് തൊപ്പി. എന്തിനാ? എന്നെയും നിന്നെയും സമ്പന്നനാക്കുവാൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഓർക്കുക, നിന്നിൽ പകർന്ന കൃപ അത് മറ്റുള്ളവരിലേക്ക് നിന്റെ അഭിഷേകം പകരപ്പെടണം. അഭിനയത്തിന്റെ കാലം കഴിഞ്ഞു. ക്രൂശിൽ പിടയുമ്പോൾ മുഴു ലോകത്തിന്റെ പാപവും അവന്റെ മേൽ വന്നപ്പോൾ പിതാവേ, യേശു വിളിക്കുക, ആണികൾ കിടന്ന് പിടയെ അവൻ വിളിച്ചു പറയുക, അവന്റെ തലയിൽ മുൾക്കിരീടം അമർത്തി. ഞാനതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. ക്രുസേലി എന്ന് പറയുന്ന ഒരു കാട്ടുചെടിയുടെ മുൾച്ചെടിയുടെ തണ്ടാണ് മെടഞ്ഞ് കിരീടമായി വെച്ചത്. റോമൻ പടയാളികൾ പുറകിലൂടെ അത് അമർത്തിയപ്പോൾ, ബൈബിളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, ചരിത്ര പുസ്തകം ചിലയിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ മുള്ള പുറകിലുള്ള ശക്തിമേറിയൊരു മുള്ള തലച്ചോറ് തുളച്ച് അവന്റെ കൃഷ്ണമണി തുളച്ച് പുറത്തു വന്നു. അപ്പോഴും അവൻ പിടയുക, അവൻ വിളിച്ചു പറയുക. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മെ അവൻ വിളിച്ചു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. നമ്മിലൊക്കെയും ഒത്തിരി കുറവുണ്ട്. ആ ക്രൂശിലേക്ക് നോക്കാറുണ്ടോ? ഈ പുതുവർഷം നമ്മുടെ മുൻവിധികൾ, നമ്മുടെ പുതിയ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട്, എനിക്ക് നിങ്ങളുടെ നടുവിൽ ഒരു വചനം പ്രസംഗിച്ചുകൊണ്ട് എനിക്കൊരു പേരെടുക്കണ്ട, അതെനിക്ക് താല്പര്യമില്ല. ഒരു വ്യക്തിയെ ആ ക്രൂശിന്റെ പാതയിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഇന്ന് ക്രൂശ് എടുക്കുന്ന ശിഷ്യന്മാരില്ലാതെ മാറി. എല്ലാവരും, പൗലോസ് പറഞ്ഞ, ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു, അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്ന അനേക ദൈവമക്കൾ എന്ന് പേര് പറയുന്നവർ, സമൃദ്ധിയുടെയും എല്ലാം നന്മയുടെ അനുഭവം ലഭിച്ചപ്പോൾ പലരും വന്ന വഴികൾ മറന്നു, നടത്തിയ വിധങ്ങൾ മറന്നു. ഇന്ന് വരെ നമ്മെ കൊണ്ടുവന്ന ആ കർത്താവിന്റെ സ്നേഹം ഇന്ന് എന്തിനും പെറുപറപ്പല്ലയോ? എല്ലാ കാര്യത്തിലും മർമറിങ്ങാണ്.
ന്യായപ്രമാണ കാലത്തെ പോലെ ദൈവം കഠിനമായിട്ട് ഇടപെടുന്നില്ല. സഭാപ്രസംഗി പറഞ്ഞു, ദൈവം പണ്ടത്തെ പോലെ ഇടപെടാത്തത് കൊണ്ട് സ്തോത്രം. ന്യായവിധിക്കാർക്കുള്ള സ്തോത്രം, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ന്യായവിധി ദൈവം തൽക്ഷണം ചെയ്യുകയാൽ മനുഷ്യൻ പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. പല ഉറവകൾ, എത്ര നിലവിളിച്ചു ഒരു ഉറവ തുറക്കാൻ. നമ്മളെ നടത്തിവിധങ്ങൾ നാം രക്ഷിക്കപ്പെട്ട കാലത്ത് എത്ര നിലവിളിച്ചു. ഈ ശബ്ദപരിധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അനേക ഇടങ്ങളിലേക്ക് ദൈവം അയച്ചു. നിങ്ങളെ മാത്രം, നിങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളിലൂടെ അനേക സ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെ കൂടെ ഓർക്കാൻ വേണ്ടിയാ. കർത്താവിന്റെ വചനം, സുവിശേഷം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയാ. കൊറോണയുടെ മാരക വിപത്ത് ഇപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന സഭകളിൽ അനേക സഹോദരങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു. അനേക ആളുകൾ ഇവിടെ നാട്ടിലേക്ക് പോയി. സഭകളൊക്കെ ക്ഷീണിച്ചും വല്ലാത്ത വേദനയുടെ നടുവിലാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നിട്ടാ ദൈവസഭ ഉള്ളതിനെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, എനിക്കോ നിങ്ങൾക്കോ ഇത് വരാഞ്ഞിട്ടാണോ? പക്ഷെ മരണദൂതൻ പലപ്പോഴും നമ്മുടെ അരികിൽ വന്നില്ലേ? വന്നിട്ടും അവന്റെ കരുണ നോക്കിയേ, പലവട്ടം സാത്താൻ തകർത്ത് കളയാൻ അവൻ നമുക്ക് നേരെ വെല്ലുവിളിച്ചിട്ട് അവൻ മുൻപിൽ നിന്നു. പക്ഷേ അവൻ പിതാവ് തന്റെ ഖഡ്ഗം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഇടിവിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു അഭിഷക്തൻ, ഇടിവിൽ നിൽക്കുന്ന ഒരു സഹോദരി, ഇടിവിൽ നിൽക്കുന്ന ഒരു മാതാവ്, ഒരു സഹോദരൻ, ഒരു പിതാവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വെട്ടല്ലേ, വെട്ടിക്കളയല്ലേ. ദൈവം നിർത്തിയില്ലയോ? വെന്റിലേറ്ററിൽ പോയില്ലയോ? ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തില്ലയോ? തീർന്നു പോകണ്ടല്ലേ? നമ്മളെ പോലെ എത്രയെത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാർ, എത്രയെത്ര ദൈവദാസന്മാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇന്നും ജീവനോടെ നിർത്തിയത് ശുശ്രൂഷ തീർന്നില്ല. ഇനിയും ചിലത് ചെയ്തെടുക്കാനുണ്ട്. ചില പൊട്ടക്കിണറുകളിൽ ഉറവ തുറക്കാനാണ് ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചത്. മറക്കല്ലേ. പേരിനൊരു ഉപവാസ പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ പേരിനൊരു ഓൺലൈൻ പ്രയർ നടത്തി, സ്തോത്രം അല്ല, നമ്മുടെ ഹൃദയത്തെ തൊടട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, അത് തുറന്നു കൊടുക്കുക. ദൈവം ഇടപെടട്ടെ. ആ കല്ലായ ഹൃദയത്തിനകത്ത് ആത്മശക്തി ഒന്ന് ഇറങ്ങി വരട്ടെ, ഒന്ന് ഉടയട്ടെ. ഉടഞ്ഞ് പളുങ്ക് പാത്രം പോലെ കണ്ണുനീർ ചാലുകൾ ഒന്ന് പുറത്തു വരട്ടെ. നിൽക്കുന്നത് കർത്താവിന് വേണ്ടി ആകട്ടെ. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഒരു ശ്വാസത്തിന്റെ വിലയുള്ള മനുഷ്യൻ. നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ പദവിയോ നമ്മുടെ യോഗ്യതയൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. സ്തോത്രം. ലോകം തരുന്ന, ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒന്നും ദൈവത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. സെക്കുലറായി സ്തോത്രം, കുറെ കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ. പക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കാൻ, നശിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ വായിച്ച വാർത്ത കേട്ടപ്പോൾ അത് എത്രത്തോളം സത്യമെന്ന് എനിക്കറിയില്ല. ഛത്തീസ്ഗഡിൽ സ്തോത്രം, വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടതാണ്. സ്തോത്രം, എന്റെ ഹൃദയവേദന കൊണ്ട് നിറയുക. ഷാരോൺ ഫെലോഷിപ്പിന്റെ ഒരു കൂട്ടം ദൈവദാസന്മാര്, ദൈവമക്കളെയും ചർച്ചുകളും മറ്റു പലതും അവിടെ ക്രൂരമായി തകർക്കുന്നു. അവിടെയുള്ള സെൻട്രൽ പാസ്റ്ററായ കർത്താവിൻ ദാസന പ്രയർ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനൊന്നും ലൈക്ക് അടിക്കാറില്ല. ഞാൻ പേഴ്സണലായിരുന്നു ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സമശിഷ്ടങ്ങളായ ഒരു സഹോദരന്റെ വേദന നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്ക് അവിടെ ചെല്ലുമ്പോൾ, നിത്യതയിൽ ചെല്ലുമ്പോൾ, ഷാരോൺകാരനെന്നോ ഏജിക്കാരനെന്നോ ചട്ടോക്കോടുകാരനോ IPC കാരനെന്നുള്ള ലിസ്റ്റ് അവിടെ ഇല്ല കേട്ടോ. അപ്പോസ്തോലിക ഉപദേശപ്രകാരം ജീവിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലുമ്പോൾ, പ്രിയ ദൈവപൈതലേ, ലഭിച്ച അവസരം എത്രത്തോളം സമയം ദൈവം നമുക്ക് തന്നു, എത്ര സമയം അലസമായി കളഞ്ഞു, എത്ര സമയം നമ്മൾ വെറുതെ കളഞ്ഞു. എത്ര ഉറവകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമായിരുന്നു. ദൈവസഭയിൽ എത്ര ഉറവകൾ പൊട്ടി ഒഴുകുമായിരുന്നു. ആരാധിക്കാതെ മാറി നിൽക്കുന്ന, കാഴ്ചക്കാരെ പോലെ നോക്കുന്ന യുവാക്കന്മാരെ, യുവതികളെ നോക്കുക. ഏശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ നെറ്റിൽ കുടുങ്ങിക്കിടക്കുന്നു, വല വിരിച്ച് പിശാച് കുടുക്കിയിട്ടിരിക്കുന്ന പലതിനെയും തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാകട്ടെ ഈ ഉപവാസ പ്രാർത്ഥന. സ്തോത്രം. ദൈവം നമ്മെ അതിനായിട്ട് കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കിയേ,
നമ്മെ കണ്ടിട്ട് ആ നമ്മൾ കുറിവാക്യമായി വായിച്ച ആ ഭാഗത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ തന്നെ പറയുന്നു, ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. അമ്മ നിങ്ങളോട് കൂടെ, പപ്പാ നിങ്ങളോട് കൂടെ, ഞാനും പോരുന്നു. പപ്പായും മമ്മിയും സേവിക്കുന്ന ദൈവത്തെ നഷ്ടമാക്കി കളഞ്ഞു, എനിക്ക് വേണം ആ ദൈവത്തെ. പറയാൻ കഴിയുന്നുണ്ടോ? പറയാൻ കഴിയുമോ? നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് പലർക്കും, പലരുടെയും തലമുറയ്ക്ക് പപ്പായുടെ ദൈവത്തെ എനിക്ക് വേണം. മമ്മിയുടെ പ്രാർത്ഥനാ മുറിയിലെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മമ്മിയുടെ കരച്ചിൽ എന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം ഞാൻ ചെയ്താലും ശരി, ഞാൻ എവിടെ പോയാലും യേശുവിനെ ഞാൻ ഉയർത്തും. എന്റെ കൂട്ടുകാരോട് ഞാൻ സുവിശേഷം ഞാൻ പങ്കുവയ്ക്കും. കർത്താവിന്റെ ദാസന്മാരെ, ഈ സുവിശേഷമായ ഒരു ഉപജീവന മാർഗമല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചു. സ്തോത്രം. ഞാൻ വളരെയധികം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയേലിനെ ഓർത്ത് ഞാൻ ഒത്തിരി അധികം അഭിമാനിക്കുന്നു. എന്റെ ഒരു കുഞ്ഞനുജനായി ഞാൻ മണക്കാലയിൽ പഠിക്കുമ്പോൾ എന്നോട് കൂടെ അവിടെ ഉണ്ട്. അദ്ദേഹം മലയാളം മീഡിയത്തിൽ അവിടെ പഠിക്കുമ്പോൾ, ഞങ്ങൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് മേടിക്കുക ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുക എന്നോട് ചേർന്ന് നിന്ന ഒരു കൊച്ചു സഹോദരനായിരുന്നു അദ്ദേഹം ഗുജറാത്തിൽ കടന്നുപോയി കർത്താവിന്റെ വേലയിൽ ഇത്രയും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി അവസരങ്ങൾ ലഭിച്ചതായിരുന്നു, ഞങ്ങൾക്കും ലഭിച്ചതാ. പക്ഷേ സുവിശേഷ നിമിത്തം എന്റെ ലൈഫിന്റെ 90% സമയവും ഞാൻ മലബാറിന്റെ മണ്ണിലാ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. വലിയ സഭകളൊന്നും ഞാൻ പോയിട്ടില്ല. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി. മറ്റൊരു നോർത്ത് ഇന്ത്യ മലബാർ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നും അതുകൊണ്ട് സന്തോഷമുണ്ട്. ദൈവകൃപയിൽ നിൽക്കാൻ കഴിയുന്നു, ദൈവം നിർത്തിയത് കൊണ്ട്. മരുഭൂമി വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്ക. മരുഭൂമിയിലെ ദൈവം ജീവിക്കുന്നു. ആ ദൈവ സന്നിധി എനിക്കും നിങ്ങൾക്കും ആനന്ദമായി മാറട്ടെ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഉള്ളിലൊരു ഭാരമുണ്ടാകട്ടെ. നമ്മിൽ പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലുമുണ്ടോ? തിരിച്ചറിയട്ടെ. പക്ഷെ എന്തോ ഇന്ന് അനേകരും പരിശോധിച്ച് നോക്കുമ്പോൾ അന്യഭാഷ പോയിട്ടുണ്ടോ നോക്കുന്നേ. സ്തോത്രം. കണ്ണുനീരുണ്ടോ? വേദനയുണ്ടോ? നശിക്കുന്ന ആത്മാക്കളെ കുറിച്ച് തലമുറയോർത്ത് വേദനയുണ്ടോ? നമ്മുടെ ഉപവാസം ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഉപവാസം അനേക പട്ടണങ്ങളിലെ നിവാസികൾ വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരായിരിക്കുന്ന അനേകർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് അവരിലൂടെ ആകർഷിക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരുമായി നമ്മുടെ അരികിൽ വരട്ടെ. പപ്പായുടെ ദൈവത്തെ കുറെ കൂടെ പരിചയപ്പെടാൻ, മമ്മി സേവിക്കുന്ന ദൈവത്തെ പരിചയപ്പെടാൻ സെമിനാറുകളും ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഭീമമായ സംഖ്യ മുടക്കി അനേക റിസോഴ്സ് പേഴ്സൺസിനെ വിളിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഞാൻ അതിനൊന്നും എതിരല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഒരു കാലത്ത് കേരളത്തിൽ ചരൽക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം അനവധി ക്യാമ്പുകളുടെ ICPFന്റെ പ്രൊഫസർ മാത്യു പി സ്കറിയയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടം, അന്ന് എത്ര കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സെമിനാരികളിലാകട്ടെ, ബൈബിൾ കോളേജിലാകട്ടെ, ആരുണ്ട് സുവിശേഷ വേലയ്ക്ക് വരാൻ? ഇന്ന് സഭകളിൽ നിന്ന് ആര് വരുന്നു? സ്തോത്രം. നമ്മുടെയൊക്കെ മക്കളെ എഞ്ചിനീയർ ആക്കാനോ ഡോക്ടർ ആക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉന്നത നിലകളിലേക്ക് വിടാനല്ല അനേകരും ആഗ്രഹിക്കുന്നേ. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ഇറങ്ങാൻ എത്ര തലമുറയുണ്ട്. കാലം പോയതേ. കാലത്തിന്റെ മാറ്റം എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. പ്രിയ ദൈവവേദിലേ, നാം ഇനി മാനസാന്തരപ്പെടട്ടെ. യേശു പറഞ്ഞു, ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ വിളിച്ചു പറഞ്ഞു, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അത് ലോകത്തോട് മാത്രമല്ല നമ്മളോടും കൂടിയാ പറഞ്ഞേ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അജിതേന്ദ്രിയം ഇണങ്ങാത്തവരും ദാർഷ്ട്യക്കാരും എന്ന് പറഞ്ഞ നീണ്ട ലിസ്റ്റ് ലോകക്കാരെ മാത്രം നോക്കി പറഞ്ഞതല്ല, ഇന്നത്തെ നമ്മുടെ ദൈവസഭകളെയും കൂടെ നോക്കിയാ പറഞ്ഞേ. സ്തോത്രം. ആരെങ്കിലും ആർക്കെങ്കിലും ഇണങ്ങുമോ? ചേരുമോ? ആരെങ്കിലും ഒന്ന് കുനിയുമോ?
കീഴടങ്ങുമോ? ഇല്ല. എല്ലാവരും വിമർശന ബുദ്ധിയുടെ ആത്മാവിൽ സോഷ്യൽ മീഡിയയിലും എവിടെയൊക്കെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യാമോ അതെല്ലാം പോസ്റ്റ് ചെയ്ത് പലരും ആനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മടങ്ങി വരും, ഒരു മാനസാന്തരത്തിന്റെ കരച്ചിൽ, ദൈവകൃപയോടെ നിൽക്കുന്ന, ദൈവിക ചലനത്തോടെ നിൽക്കുന്ന, ആത്മഭാരത്തോടെ നിൽക്കുന്ന അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ എന്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറട്ടെ, പ്രാർത്ഥനയുടെ സ്വഭാവം മാറട്ടെ. ഈ 2023 ആത്മാവിന്റെ ബലത്തോടെ, ഞാനത് പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ നല്ലത് സംസാരിക്കുക. പക്ഷേ ഡിവൈസിൽ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടല്ലോ. എങ്കിലും ഞാൻ ആത്മാവിലായി ഇത്രയും നേരം സംസാരിച്ചത് ദൈവത്തിന്റെ വചനം നമ്മിൽ ക്രിയ ചെയ്യട്ടെ. നമ്മുടെ നന്മയിൽ ശത്രു മണ്ണിട്ട് മൂടാൻ അനുവദിക്കാതെ ദൈവകൃപയുടെ മാധുരി അനുഭവിച്ചറിയട്ടെ. നമ്മുടെ റോൾ മോഡൽ യേശു ആകട്ടെ. സ്തോത്രം. നമ്മുടെ റോൾ മോഡൽ യേശു അല്ലാതെ വേറെ ആരുമില്ല. യേശുവിനെ പോലെ അനുകരിക്കാൻ കൊള്ളാവുന്നവരാരുണ്ട് ലോകത്തിൽ? ഏത് ക്രിസ്ത്യൻ ലീഡറുണ്ട്? ഏത് ശുശ്രൂഷകനുണ്ട്? ഏത് വിശ്വാസിയുണ്ട്? ആരുമില്ല. ആ കർത്താവിന്റെ പാദപീഠത്തിൽ സ്തോത്രം ഒന്ന് താണു വീണ് ഒന്ന് ഉടയട്ടെ. നമ്മുടെ ജഡമൊന്ന് ദൈവസ്ഥലിൽ തകരട്ടെ. അകത്ത മനുഷ്യൻ ഒന്ന് ബലപ്പെടട്ടെ. അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ കണ്ണു കുനിയും, തലവേഴത്തെ പോലെ കുനിയും. ഉന്നത ഭാവങ്ങൾ, അഹങ്കാരങ്ങളുടെ വെല്ലുവിളികൾ തകരും. കസേരയ്ക്കും പദവിക്കും വേണ്ടിയുള്ള ഓട്ടം കുറയും. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. സ്തോത്രം. ഒരു മരുഭൂമി കടക്കാനുണ്ട്. ആ മരുഭൂമിയിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഇടമാണ് മരുഭൂമി. പക്ഷെ ആ മരുഭൂമിയിലും ദൈവത്തിന്റെ നീരുറവയുണ്ട്. പ്രാർത്ഥനാമുറിയിൽ ഇരിക്കുന്ന പ്രിയ സഹോദരി, ആ മരുഭൂമിയിലാണോ നീ? നിശ്ചയമായും ഒരു ഉറവ തുറക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ഉറവയെ ഈ 2023 അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കാണട്ടെ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, സ്തോത്രം, നമ്മുടെ സ്വയബലം തകരാതെ ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയില്ല. തെളിവ്, യാക്കോബ് തന്റെ അപ്പനെ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് ലാബാന്റെ ഭവനത്തിലേക്ക് അവൻ പോയി. ലേയെ, റേച്ചലിനെ ആയിരുന്നു അവന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് ലേയെ. വീണ്ടും 7 വർഷം ലേയുടെ കണ്ണ് ശോഭയില്ലെന്ന വചനം പറയുന്നേ. അതിൽ വേറെ ദൂതമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പോട്ടെ. റേച്ചലിന് വേണ്ടി വീണ്ടും നിന്നു. അവസാനം തന്റെ സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ അമ്മായപ്പന് മനസ്സിലായി, ഇനി പഴയതുപോലെ പറ്റത്തില്ല. ഇവന്റെ മുഖം പഴയതുപോലെയല്ല. ജ്യേഷ്ഠന്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട്, ഏശാവിന്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ടാ തിരിച്ചു വന്നേ. എന്നാൽ തിരിച്ചു പോകുമ്പോൾ അവൻ ഭയപ്പെട്ടു. ഭാര്യമാരും കുട്ടികളും തന്റെ സമ്പത്തുമായി തിരിച്ചു പോകും. പക്ഷേ യാബോക്കിന്റെ കടവിന്റെ തീരത്തെത്തി. അവിടെ എത്തിയപ്പോൾ മക്കളെ എല്ലാവരെയും അക്കരക്കടത്തി താൻ തനിയെ മാത്രം ശേഷിച്ചു. നമ്മളിങ്ങനെ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ, അവൻ ഒരു ദൂതനുമായി മല്ല് പിടിച്ചു. ഉഷസാകുവോളം ചെയ്യിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ തുടയുടെ തടത്തിൽ അവനൊന്ന് തൊട്ടു. അവന്റെ ഉളുക്ക് വന്നു. നോക്കണം, ദൈവമായി മല്ല് പിടിച്ചു. അവന്റെ സ്വാഭാവിക ബലം തകർന്നപ്പോൾ ദൂതൻ ദൈവം അവനോട് പറഞ്ഞു, യാക്കോബേ, ഉബായിയെ, ഇനി നിന്റെ പേര് ഇതല്ല, ഇസ്രായേൽ എന്ന നിന്റെ പേര്. ദൈവത്തിന്റെ പ്രഭു. സ്വാഭാവിക ബലം തകർന്ന യാക്കോബ് അതുവരെ കടന്നുപോയ പാതകൾ അവൻ വിചാരിച്ചു ജയിക്കാമെന്ന്. പക്ഷെ അവിടെ വെച്ച് സ്വാഭാവിക ബലം തകർന്നപ്പോൾ അവൻ ദൈവത്തിന്റെ പ്രഭുവായി മാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക, നമ്മുടെ സ്വാഭാവിക ബലം തകർന്ന് എന്ന് അടിയറ വയ്ക്കുന്നു, അന്നേ ദൈവം ഇടപെടുന്നത് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. യാക്കോബ് ഒരു പുതിയ വ്യക്തിത്വമായി മാറി. ദൈവം നമ്മെ കാണുന്നു. ആ പുതിയ വ്യക്തിത്വമായി മാറട്ടെ. അതിനായി ദൈവം നിങ്ങളെയും എന്നെയും ഉപയോഗിക്കട്ടെ. ഈ പുതിയ സംവത്സരത്തിൽ ദൈവത്തിന് നന്മ കാണുവാൻ, തലമുറയുടെ നന്മ കാണുവാൻ, സഭയിൽ നന്മ കാണുവാൻ, ദേശത്ത് നന്മ കാണുവാൻ,
കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നശിക്കുന്ന അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ. ആ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് വീണ് കൊടുക്കാം. ഞാൻ അവസാനിപ്പിക്കട്ടെ. യഹൂദാഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായ ഉത്സവങ്ങൾ ആചരിക്കണം. സ്തോത്രം. നമ്മുടെ ഉപവാസം പ്രമോദമുള്ള ആനന്ദമുള്ള ഒരു അനുഭവത്തിലേക്ക് വരട്ടെ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില ഉറവകൾ തുറക്കുന്ന വർഷമാക്കി 2023 സർവശക്തൻ നമ്മെ ഓരോരുത്തരെ തീർക്കുമാറാകട്ടെ. അതിനായി അവന്റെ കരങ്ങളിലേക്ക് എത്തിക്കാം. പരിശുദ്ധനായ ദൈവം ഇതിനായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന് മുൻപാകെ ആയിരുന്ന എല്ലാ പ്രിയ ദൈവദാസിമാരെയും സഹോദരിമാരെയും കർത്താവേ, ദൈവദാസന്മാരുണ്ട് എല്ലാവരെയും കർത്താവ് എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ 2023 അവർക്ക് അനുഗ്രഹത്തിന് നന്മയുടെയും അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരികെ പിടിക്കുന്ന ഒരനുഭവത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതിനുള്ള കൃപ കൊടുക്കണമേ, അഭിഷേകം കൊടുക്കണമേ. പ്രാർത്ഥനാധ്വനിയുടെ കർത്താവേ സ്തോത്രം. ലേഡീസ് വുമൻ ഫെലോഷിപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റർ ബിന്ദു ബെൻസനായി സ്തോത്രം ചെയ്യുന്നു. തരദാസിയെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവ് ദാസൻ ബെൻസൻ ഡാനിയലിനോട് കൂടെ ചേർന്ന് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ശക്തമായി ഇനിയും ദൈവം അവരെ ഉപയോഗിക്കണമേ. ദൈവകൃപ നൽകി ദൈവം ബലപ്പെടുത്തട്ടെ. പരിശുദ്ധന്റെ കൃപയിൽ പിന്നെയും അവരെ ശക്തമായി ഗുജറാത്തിലെ മണ്ണിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് അവരാകുന്ന വിധത്തിൽ വിവിധ ചാപ്റ്ററിലൂടെ കർത്താവിന്റെ പ്രാർത്ഥനാത്വയുടെ ചാപ്റ്ററിലൂടെ നിന്റെ വേല ചെയ്യുന്നല്ലോ. പിന്നെയും ദൈവം ശക്തമായി പ്രവർത്തനത്തെ വളർത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ സമയം വചനം കേട്ട എല്ലാവരെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും. വചനം അവർ ഉള്ളത്തിൽ ക്രിയ ചെയ്യട്ടെ, ഹൃദയത്തിൽ സംസാരിക്കട്ടെ. പിന്നെയും ദൈവം ഇടപെടണം. കൃപയുടെ മറവിൽ കർത്താവ് നിർത്തണം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനുമായി സ്തോത്രം. ഈ സംവത്സരത്തിൽ ദൈവം എന്തിനാ വചനം ഞങ്ങൾ വായിക്കുന്ന പോലെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദൃഷ്ടി ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവം സഹായിക്കണം, കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു, കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇപ്രകാരം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കും, അവസരം അനുവദിക്കുകയും ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസിയോട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളോട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പിന്നെയും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തന്റെ കൃപയും അനുഗ്രഹവും നമ്മൾ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏവർക്കും ഇന്നത്തെ മെസ്സേജ് വളരെയധികം ഹൃദയത്തിൽ പ്രചോദനമായി തീർന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അടിയനും അത് നല്ലൊരു പ്രചോദനമായിരുന്നു. കൂടുതലായി തലമുറകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിപ്പാൻ, ഒന്നും കൂടെ ഒരു ഉന്മേഷം പകരുവാൻ, ആത്മീയ ചൈതന്യം പകരുവാൻ അത് കാരണമായി തീർന്നു. ഞാൻ പൂർണ്ണമായി ഹല്ലേലൂയ സ്തോത്രം. അടിയനും അത് അനുഗ്രഹമായി തീർന്നു. ഏവർക്കും അത് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ ആത്മഭാരത്തോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇടിയുന്ന പ്രാർത്ഥിക്കും. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവിനോട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വേദനകൾ പങ്കിടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ തലമുറകളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് ഇന്ന് പാൽക്കാലം നമുക്ക് ഒരവസരം ഒരുക്കി തന്ന കൃപയ്ക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ടതിനെ ഹല്ലേലൂയ സ്തോത്രം തിരഞ്ഞെടുക്കുവാൻ ഹല്ലേലൂയ ഇടിയുന്നു, പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഏവർക്കും കൃപ തരുമാറാട്ടെ എന്ന് ആത്മാർത്ഥ ഇന്നത്തെ വചനത്തിൽ കൂടെ നമുക്കൊരു ഉത്ബോധം ഹല്ലേലൂയ ഉണ്ടാവാൻ തക്കണം ഇടയായല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് രാവിലത്തെ സെഷനിലും ഓരോ കുഞ്ഞുങ്ങളുടെ പേരുകൾ, നമുക്കറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരുകൾ എഴുതി വെച്ചാണ്, പേരുകൾ പറഞ്ഞാണ്, സ്തോത്രം പറഞ്ഞാണ് നമ്മൾ ഇന്ന് പാൽക്കാല രാവിലത്തെ സെഷനിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നത്. അതിന്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു പാന്താവിലേക്കാണ് രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ ഇന്ന് പാൽക്കാലം കൊണ്ടെത്തിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇവരെ അനുഗ്രഹിക്കുമാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറഞ്ഞ പാസ്റ്ററിനോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ആ ദേശത്ത് അനേകരെ നേടിയെടുക്കാൻ തൊക്കണം. വീണ്ടും അനേക താലന്തുകൾ കൃപാവനങ്ങൾ തന്നു ദൈവം വീണ്ടും മാനിക്കുമാറാട്ടെന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വീണ്ടും ആയിരിക്കുന്നു. ഹല്ലേലൂയ
ഹല്ലേലൂയ. ഇവരെ അനുഗ്രഹിക്കുമാറട്ടെ. നമ്മൾ രാവിലത്തെ സെഷനില് സ്തോത്രം നമ്മൾ അനേക വിഭാഗമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഏജ് ബൈ ഏജ് ആയിട്ടും ഓരോ വിഷയങ്ങളുമായിട്ടും നമ്മൾ തരംതിരിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നല്ലോ. രണ്ടാമത്തെ സെഷൻ നമ്മൾ വചന സന്ദേശത്തിന് ശേഷം ഒരു പ്രാർത്ഥന വിഷയം കൂടെ, ഒരു ഗ്രൂപ്പ് പ്രാർത്ഥന വിഷയം കൂടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ സ്തോത്രം സ്തോത്രം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാട്ടെ. രോഗികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സൂസൻ തോമസ് ആന്റി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ പേരുകൾ വായിക്കുമ്പോൾ എല്ലാവരും സ്തോത്രം പറയണമേ. അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ നമ്മുടെ സൂസൻ തോമസ് ആന്റി ശബ്ദവൃത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവരെ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ അലർജി രോഗത്താല്, ഫിക്സ് രോഗത്താൽ, അപകട നിമിത്തം, തലച്ചോറിലേറ്റ ക്ഷത നിമിത്തം കിടക്കലായിരിക്കുന്നവരുണ്ട്. വീഴ്ച മൂലം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സംസാരശേഷി ഇല്ലാത്തവരുണ്ട്. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഹാർട്ട് സംബന്ധമായി, ക്യാൻസർ രോഗത്താൽ, ബ്ലഡ് ക്യാൻസറിനാൽ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. കിഡ്നി രോഗത്താലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. അവരെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങനെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ വായിക്കുന്നു. ഇവരും സ്തോത്രം പറയണമേ. ഹല്ലേലൂയ. സ്തോത്രം. രൂത്ത്, ഹന്ന, നോറ, ലിബിൻ, ലിജോ വർഗീസ്, ആശിഷ് മോൻ, ആൽഫ മോൾ, ഗബ്രിയല മോൾ, ജോഷുവ മാത്യു, രാഹുൽ, ഫേബ ജോസ്, അക്സ, റേച്ചൽ സന്തോഷ്, വിഷ്ണു, മിലൻ, മിനി കോശി, സ്നേഹ പീറ്റർ, പോൾ ചെറിയാൻ, അശ്വതി, സാന്ദ്ര, സന്ന ഫാത്തിമ, ജിബിൻ ജോസുകുട്ടി, ആൻ മറിയം, ഗായോസ്, രാഹുൽ, ഷിബിൻ ഷാജി, റോഷൻ, നോഹ, ഓമന യോഹന്നാൻ ആന്റി, മാത്യു ജോൺ, ശോഭന ആന്റി, അക്സാപ്പി അനോജ്, സിസിലി ബെന്നി, ബിനു, ഹാനോ, ഷൈജു, സിസ്റ്റർ ജോളി ആൻഡ്രൂസ്. ഈ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ശക്തിയോടെ നമ്മൾ കേട്ട വചനത്തിന്റെ ഹല്ലേലൂയ വചനത്തിന്റെ ആ നിറവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇത്രത്തോളം ദൈവം നടത്തിയ ദൈവം ഇനി മേലാലും വഴി നടത്തുവാൻ ശക്തനെന്ന് പൂർണ്ണമായി നമുക്ക് ഉറപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. വിശ്വാസത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. പൂർണ്ണമായി വിടുതൽ ആശ്വാസം ഈ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും കർത്താവ് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ സൂസൻ തോമസ് ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, നല്ല ഉച്ച സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പാർപ്പെടുത്തിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് കർത്താവേ, ദൈവമേ എന്നെ വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നതിനും കർത്താവേ, അനുഗ്രഹപ്പെട്ട വചനങ്ങളൊക്കെ കേൾക്കുന്നതിനോടും കിടയാക്കി കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇക്കുടിയവരെ ഞങ്ങളുടെ പാർപ്പെടുത്തിങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നേതൃത്വം കൊടുക്കുന്ന ബിന്ദുസ്നായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ദൈവമേ പ്രിയദാസിയിൽ കൂടി കർത്താവേ, ദൈവമേ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ പ്രിയ സൗകര്യമാരെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടുകയും ചാരിക്കുമ്പോൾ കർത്താവേ, എന്മേലൊക്കെ ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുന്ന ഓർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ അടിയങ്ങൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ ഇടുന്ന അപേക്ഷിച്ച് അനേക വിഷയങ്ങളുടെ മുഖത്ത് കർത്താവേ അടിയങ്ങളുടെ ക്രോശങ്ങളൊന്നും കണക്കിടാതെ വിടുതൽ നൽകി സഹായിച്ചു ദൈവമാകിയാൽ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, അടിയങ്ങൾ കർത്താവേ, എന്റെ ദൈവമേ പ്രിയ ദേവദാസനിൽ കൂടി കേട്ടതുപോലെ കർത്താവേ, ഈ ദിവസങ്ങൾ കർത്താവേ നഷ്ടപ്പെട്ട എന്നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കർത്താവേ, എന്റെ ദൈവമേ ഉറപ്പ് ധൈര്യം അടിക്ക് തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ജാഗരിക്കുന്ന അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഗ്രൂപ്പിനെ പോലെ അലിഞ്ഞു തരുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവമേ കഴിയുന്നുള്ള ഒരു മനസ്സടിങ്ങൾ കരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ദൈവമേ കെട്ടവചനങ്ങളൊക്കെ അടിങ്ങളുടെ കർത്താവേ ഹൃദയത്തോട് ഇടപെട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, വലത്തിന് പാകടികളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ, പ്രിയദേവദാസി കർത്താവേ, പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ച കർത്താവേ, വിഷയങ്ങൾ ഞങ്ങളുടെ പാതപ്പെടുത്തിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇവിടെ പ്രസ്താവിച്ചുവല്ലോ കർത്താവേ, എന്റെ ദൈവമേ രോഗത്തിന്റെ ഏതവസ്ഥയായിരുന്നാലും അങ്ങേക്ക് വിടുവിപ്പാൻ കഴിവുണ്ട് കർത്താവേ, അങ്ങ് മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങേ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങേ തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചുവല്ലോ കർത്താവേ, ദൈവമേ കർത്താവേ, പ്രിയപ്പെട്ടവരെ കർത്താവേ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ പാതപ്പെടുത്തിങ്കിൽ ഏൽപ്പിച്ച്
പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു എന്നടിങ്ങൾ അറിയുന്ന കർത്താവെ. എന്റെ ദൈവമേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയ അടികളിൽ ആരും ഉണ്ടാകുന്നതിന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അലർജി മുല്ല ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. എന്റെ ദൈവമേ, വീഴ്ചയുടെ ആഘാതത്താൽ കർത്താവെ കടലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിവില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അവരോടൊക്കെ മനസ്സലിയാണ് കർത്താവെ. അങ്ങൊരു വാക്ക് കേൾപ്പിച്ചാൽ കർത്താവെ വിടുതലുണ്ടല്ലോ കർത്താവെ. മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണിന് കാഴ്ചവും കർത്താവെ കുറയുന്ന അസുഖങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അവരോടൊക്കെ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവെ അനേകാന്തരെ കർത്താവെ സുഖപ്പെടുത്തിയ ദൈവമാണല്ലോ കർത്താവെ. അങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. പ്രവേദൽ രൂപത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹന്നയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നോറയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അച്ഛയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ അന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ടവരോടൊക്കെ മനസ്സിലെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. മറ്റുസ്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ, ദൈവമേ, പേര് പറയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ, കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വിട്ടുപോയ പേരുകളൊക്കെ അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രിയപ്പെട്ടവർക്കൊക്കെ സൗഖ്യം നൽകിയിരിക്കാൻ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരും ദിവസങ്ങൾ കർത്താവെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സൗഖ്യത്തിന്റെ വർത്തമാനം കേട്ട് കർത്താവെ അടിയങ്കോ അങ്ങേ സ്തുതിക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ആളുകളിലൊക്കെയും കർത്താവെ അസാധ്യങ്ങളായ പല വിഷയങ്ങളും കർത്താവെ അങ്ങടിയങ്ക് സാധ്യമാക്കി തന്നല്ലോ കർത്താവെ. വീണ്ടും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരും ദിവസങ്ങൾ കർത്താവെ എന്റെ ദൈവമേർക്കൊക്കെ പരിപൂർണമായ രോഗസൗഖ്യം ലഭിച്ചു എന്ന് കർത്താവെ കേട്ട് അടിങ്കോ അങ്ങേ സ്തുതിക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ കർത്താവെ കൂട്ടായ്മയൊക്കെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സംസാരിച്ച ദേവദാസിനെ അനുഗ്രഹിക്കണേ കർത്താവെ. പ്രിയ ബെൻസുദാനിയേൽ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബിദുസ്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ കുഞ്ഞുങ്ങൾ കൂടി കർത്താവെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ കർത്താവെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും പ്രിയപ്പെട്ടവരെ അധികമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയുടെ ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സകലോടും ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി വിശ്വാസത്തോടെ ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഏവർക്കും സൗഖ്യം കൊടുത്തതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ സെഷൻ മുതൽ ഈ നിമിഷം വരെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥിച്ചവർക്കും ഇതിനകത്തുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുകൾ പാടി പ്രാർത്ഥിച്ചു. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. നമ്മളിന്ന് വചനത്തിൽ കേട്ടതുപോലെ ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയതിനെ അല്ലെങ്കിൽ രോഗങ്ങളാൽ പ്രയാസങ്ങളാൽ വേദനകളാൽ ഭാരപ്പെടുന്നവരെ ഒക്കെ ഹല്ലേലൂയ സ്തോത്രം അവർക്കൊന്നൊരു ആശ്വാസമായി തീരുവാൻ, നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരൊക്കെ തിരികെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ പിന്മാറ്റാവസ്ഥയിലേക്ക് പോയവരൊക്കെ ഒരു മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ആ ക്രൂശിലേക്ക് നോക്കി ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ ഉപ്പ് അലിയുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഹൃദയത്തെ പകരുമ്പോൾ ഒരു ആത്മഭാരത്തോടെ അല്ലെങ്കിൽ നമ്മുടെ അഹംഭാവങ്ങളും ഉന്നത ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് താഴ്മയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ശുദ്ധമായ ഹൃദയത്തോടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ദേശത്തിന് വേണ്ടി കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ആ സമയം എന്താണെന്ന് പറയാൻ ഇവിടെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണർന്ന് ജാഗരിക്കാം, പ്രാർത്ഥനകൾ ഉറ്റിരിക്കാം. നമ്മൾ കേട്ട ഓരോ വചനങ്ങളും അതിൽ ഞാൻ എന്നാലാവുന്നിടത്തോളം ഞാൻ എഴുതിയെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അത് ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ വീണ്ടും വീണ്ടും മറന്നു പോകുന്നവരാണല്ലോ. വീണ്ടും വീണ്ടും അത് ക്രിയ ചെയ്ത് പ്രാരം ജീവിതത്തെ സമർപ്പിക്കുക ഇടയാക്കാനായി ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനം പറഞ്ഞ കർത്തദാസനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും നമ്മുടെ വചനത്തിൽ ഹൃദയത്തിൽ ആ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരുന്നു. ഈ സെഷൻ നമ്മൾ അനുഗ്രഹിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും തുടർന്ന് നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പിന്മാറ്റ വാസത്തിലേക്ക് പോയിരിക്കുന്നവർ ഒരു മടക്കി വരുത്തിന് വേണ്ടി ഹല്ലേലൂയ സുവിശേഷ വിരോധികളുടെ ഹൃദയത്തിൽ ഒരു പൂർണ്ണമായ ഒരു മാനസാന്തരം അവർ ഹല്ലേലൂയ സ്വതന്ത്ര ദൈവത്തെങ്കിലേക്ക് ഒന്ന് നോക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഇടയുന്നു പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ഒരുക്കി എടുക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലാസ്റ്റ്
വീണ്ടും പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പാസ്റ്റർ ബെൻസൺ തന്നെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ എന്തുള്ളു യേശുപരാ, ഞാനെന്തുള്ളു 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 യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളു യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളു യേശുപരാ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഇത്രത്തോളം സമയം കർത്താവെ ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കുവാൻ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാനും അനേക വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥ അണയ്ക്കുവാനും ദൈവത്തെ മതം കേൾക്കുവാനും ഒക്കെ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ദേശത്തിന് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. കാലം അതിന്റെ അതിഥിയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വരവേറ്റു ആസന്നമായിരിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവെ, ഈ 2023 ഈ പുതിയ വർഷം കൂടി ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. ഈ ചൊവ്വാഴ്ച കൊൽക്കാലം മുതൽ വൈകുന്നേര സമയവും ദൈവസ്നേഹവാസവും പ്രാർത്ഥനമായിരിക്കാൻ ഞങ്ങളുടെ മകൾക്ക് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ തലമുറകളൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ കർത്താവ് വിശുദ്ധന്മാരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. 2023 കർത്താവിന്റെ വേലയില് ഞങ്ങളുടെ തലമുറ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. കർത്താവെ, അനേകായിരങ്ങൾക്ക് വിടുതലാക്കി ആശ്വാസമാക്കി ഞങ്ങളുടെ തലമുറ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗത്താൽ ക്ഷീണത്താൽ ഫലത്തിലായിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഞങ്ങൾ അവരെല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവീയ സമാധാനോ, ദൈവീയ പ്രത്യാശയോ, ദൈവ വിടുതലോ ആ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നതിനെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. അങ്ങനെ ആശ്വാസനകരം ദൈവം അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഛത്തീസ്ഗഡിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് സുവിശേഷ പ്രവർത്തനത്തിനായി ശക്തമായ പ്രതികൂലങ്ങള്, സുവിശേഷ വിരോധികളുടേതാകുന്ന പ്രതിസന്ധികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ദിനമധ്യത്തിൽ ഞങ്ങളുടെ ദൈവസഭകൾക്ക് വേണ്ടി, ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ വിടുതല് എല്ലാ മക്കളുടെ മേലും ദൈവം അയക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങൾ ദൈവസ്ഥായിരിക്കുന്ന സമയത്തിനായി സ്തോത്ര പ്രാർത്ഥന എല്ലാ രാജ്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സിനായി അതിന്റെ പിമ്പി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്ക് ദൈവമകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോക സുവിശേഷീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവസഭകൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവമകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച് എല്ലാ സഹോദരിമാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാങ്ങളുടെ ദാസനെ ദൈവശക്തമായി ഉപയോഗിച്ചല്ലോ, അങ്ങനെ അഭിഷേകത്തിന് ദൈവം വീണ്ടും ഉപയോഗിക്കണമേ. അനേകാര്യങ്ങൾക്ക് താങ്ങും തരലും ആശ്വാസമാക്കി അങ്ങനെ അഭിഷേകത്തിന് ദൈവം വീണ്ടും മാനിക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്ര. ഞങ്ങളുടെ മാതൃകൾ കണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങള് യേശുവിനെ അറിയുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിന്റെ പാതയിലേക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുവാനൊക്കെ ഞങ്ങളുടെ തലമുറകളോട് ദൈവത്തോട് എന്ന് പ്രാർത്ഥിക്കുന്നു. നശിച്ചുപോകുന്ന ലോകത്ത് ആത്മാവിന്റെ വെളിച്ചമാക്കി പ്രകാശമാക്കി ദൈവം ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആശ്രയ സഭയും കുടുംബത്തെ കർത്താവിന്റെ ശക്തമായി കുബേറ്റിന്റെ പട്ടണത്തെ ദൈവം വീണ്ടും മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി ദൈവം ഞങ്ങൾ എല്ലാവരും പരിപാലിച്ചാണ് പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിന് നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലോ എല്ലാ ദൈവമക്കളുടെ മേലോ എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അറിയപ്പെട്ട നാടിന് മഹത്വം. അനുഗ്രഹിക്കുമാറാകട്ടെ. Praise Lord.
അഭിഷേക